അത്തരത്തിൽ പോസ്റ്റ് ചെയ്യുന്ന അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. സിനിമയിലെ നമസ്കാരം. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അശ്വതി. ഞാൻ കൃഷ്ണീതു. അപ്പോൾ നമ്മൾ മറ്റൊരു പ്രഭാതം കൂടി തുടങ്ങുകയാണ്. നമ്മളെയൊക്കെ ഞെട്ടിച്ചൊരു റിപ്പോർട്ട് ഇന്നലെ വന്നതിന്റെ ഒരു ആഘാതത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് ഒരു നല്ല ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും എന്ന് ആശംസിക്കുകയാണ്. ചൊവ്വാഴ്ചയാണ്. മറ്റൊരു പ്രത്യേകത ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തിയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കെല്ലാം അവധിയാണ് അല്ലെ. അപ്പൊ എല്ലാവരും രാവിലെ കിടന്ന് ഉറങ്ങുമായിരിക്കും. അതുപോലെ ഫുൾ മൂൺ ഒക്കെ കണ്ടതിന്റെ ഒരു ആവേശം എല്ലാവർക്കും ഉണ്ടാവും. അപ്പം എന്തായാലും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഏറ്റവും ഗൗരവമുള്ള കാര്യവും ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതിലും സ്ഫോടനാത്മകമായിരുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ്. ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകൾ അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഗൗരവതരമായ കാര്യങ്ങൾ തന്നെയാണ്. എന്തൊക്കെയാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷയങ്ങളെന്ന് നമ്മളിങ്ങനെ താടിക്ക് കൈകൊടുത്തിരുന്ന് കണ്ടൊരു ദിവസമായിരുന്നു ഇന്നലെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതും അതിനാടകീയമായിട്ടായിരുന്നു. രഞ്ജിനിയുടെ ഹർജി വന്നപ്പോഴും ഇനിയും ഇതിനെ തടഞ്ഞു വെക്കുമോ, ഇനിയും അത് പുറത്തേക്ക് വരാതിരിക്കുമോ എന്നൊക്കെ നമ്മൾ വലിയ ആശങ്കയുണ്ടായിരുന്നുവെങ്കിലും ഉടൻ തന്നെ പുറത്തുവിടുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന വാർത്ത വരുന്നു. നമ്മൾ ആദ്യം അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. നമുക്കതിന് സാധിക്കുകയും ചെയ്തു. വലിയ വിമർശനമുണ്ടായിരുന്നു. മാധ്യമങ്ങളടക്കം എന്തിനാണ് ഇതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഇത്രയധികം വെപ്രാളപ്പെടുന്നത്, ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണോ എന്നൊക്കെ. പക്ഷെ ഇതൊക്കെ കേട്ട് എവിടെയാണ് ഇക്കിളിപ്പെടുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും രാവിലെ വലിയ രോഷം കൊള്ളേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷേ ഒരു മേഖലയിൽ സ്ത്രീകൾ ഇത്രത്തോളം അനുഭവിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന രോഷമാണ്. കൃഷ്ണ, എന്ത് തോന്നി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു? ശരിക്കും ഭയങ്കര ഒരു ഞെട്ടലാണ് ആദ്യം തോന്നിയത്. കുറച്ച് ഭാഗമേ പുറത്തു വന്നിട്ടുള്ളൂ എങ്കിൽ പോലും കേട്ടെടുത്തോളം തന്നെ നമുക്ക് ഒരുപാട് ഞെട്ടൽ തോന്നി. ഒരുപാട് പേടിപ്പിക്കുന്ന കാര്യങ്ങൾ. അതായത് നടിമാർ പോലും പേടിച്ചിട്ടാണ്, അതായത് എന്താണ് ഇതിന് കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് അറിയുന്നു. പലരും ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല, അത് മുന്നോട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് എന്ത് ചെയ്യണം എന്നുള്ളത് അവരും ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണ്. എന്ത് ചെയ്യണം എന്നുള്ളത് ആർക്കും അറിയില്ല ശരിക്കും. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രതികരണങ്ങൾ നിരവധി ഇനി വരേണ്ടതുണ്ട്. സിനിമാ മേഖലയിൽ നിന്നുള്ളവരുടെ അടക്കം വളരെ കുറച്ചു പേരുടെ പ്രതികരണങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളത്. കാരണം അവരുടെ ഭാഗത്തു നിന്ന് അത് ഉണ്ടാകണം. അവർ ജോലി ചെയ്യുന്ന മേഖലയാണ്. എനിക്ക് തോന്നുന്നു ഷൈൻ ടോം ചാക്കോയുടെ ഒക്കെ പ്രതികരണം വന്നിരുന്നു. നമുക്ക് പലരുടെയും പ്രതികരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നതല്ല എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അവരുടെ പ്രതികരണം എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു സാധാരണ സംഭവം എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ പലരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അതങ്ങനെ അല്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുക തന്നെ വേണം. അത് ഓരോ പേജിലും അതിനകത്തുള്ള ചൂഷണങ്ങളും ലൈംഗിക ചൂഷണങ്ങളും ബുദ്ധിമുട്ടുകളും കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളത്. കമ്മിറ്റി പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ മൊഴിയെടുക്കുമ്പോൾ ഇത്രയുമൊക്കെ ഉണ്ടായിരുന്നോ എന്ന കാര്യമാണ് പറയുന്നത്. താരങ്ങൾ, നക്ഷത്രങ്ങൾ അത്ര കാണാൻ ഭംഗിയുള്ളതാണെങ്കിലും അത് അടുത്തറിയുമ്പോൾ അങ്ങനെ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, ആകാശം അത്ര നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങുന്നത്. അപ്പം എന്തായാലും നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ പോകാം. അതിന്റെ തുടർ പ്രതികരണങ്ങൾ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട്. മറ്റൊരു മേഖലയിലും കാണാത്ത ലൈംഗിക ചൂഷണമാണ് സിനിമാ മേഖലയിലെന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഗുരുതര കണ്ടെത്തലിൽ നിയമ നടപടിക്ക് സർക്കാർ നിർബന്ധിതരാകുക തന്നെ ചെയ്യും. റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച സർക്കാർ നടപടി ക്രിമിനൽ കുറ്റമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. റിപ്പോർട്ടിൽ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് DGPക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടിന്മേൽ അമ്മ അടക്കമുള്ള സംഘടനകൾ ഇതുവരെ നിലപാട് പറഞ്ഞിട്ടുമില്ല. നമുക്കൊപ്പം VV അരുണും ഡാനി പോളും ചേരുന്ന വിവരങ്ങളുമായി. ആദ്യം അരുണിലേക്ക്. അരുൺ, ഗുഡ് മോർണിംഗ്. നമ്മളെയൊക്കെ ഞെട്ടിച്ച, ഹേമ കമ്മിറ്റി പോലും ഞെട്ടിയ വിവരങ്ങളാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ പങ്കുവച്ചത്. ഇത് സർക്കാരിനെ എതിരെ ഒരു ആയുധമാക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുന്നുണ്ട്. എന്തുകൊണ്ട് സർക്കാർ ഇത്രത്തോളം മെല്ലപ്പോക്ക് നടത്തി ഇത്രയും വലിയ കാര്യങ്ങൾ ഉണ്ടായിട്ട് എന്നുള്ള ചർച്ച നടക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഇനി സംസാരിക്കേണ്ടത്. അരുൺ, എന്താണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ? അശ്വതി, 5 വർഷം മുമ്പ് ലഭിച്ച റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് ഹേമ കമ്മീഷൻ കൈമാറിയ റിപ്പോർട്ട്. അതിൽ 5 വർഷം സർക്കാർ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? സ്വാഭാവികമായും ഒരു റിപ്പോർട്ട് കിട്ടിയാൽ അത് പരിശോധിച്ചില്ല. ഉന്നതരുടെ പേരൊന്നും താൻ കണ്ടിട്ടില്ല. ഇനിയും പഠിക്കണമെന്ന മന്ത്രി, സാംസ്കാരിക സിനിമാ വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം ഇന്നലെ അങ്ങനെയായിരുന്നു. പക്ഷേ ഈ 5 വർഷം എന്തുകൊണ്ട് സർക്കാർ ഇത് പഠിച്ചില്ല, അല്ലെങ്കിൽ ഇതിലെ നിർദ്ദേശങ്ങൾ, ഇതിലെ ഉള്ളടക്കം എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്നതിന് സർക്കാർ മറുപടി പറയേണ്ടി വരുമെന്ന് ഉറപ്പാണ്. നമുക്കറിയാം, ദിലീപിനെ പോലെ സംസ്ഥാനത്തെ ഏറ്റവും ജനകീയനായ സിനിമാ താരങ്ങളിൽ ഒരാളെ ഒരു സ്ത്രീക്കെതിരെ അതിക്രമം ഉണ്ടായപ്പോൾ സിനിമാ നടിക്കെതിരെ അതിക്രമം ഉണ്ടായപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ
ധൈര്യം കാട്ടിയ സർക്കാരാണ് ആദ്യ പിണറായി സർക്കാർ. വലിയ വിമർശനങ്ങളുടെ എതിർപ്പമൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്നു വന്നുവെങ്കിലും അതിശക്തമായ നിലപാടുമായി ഈ ഇരയ്ക്കൊപ്പമെന്ന പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആ സർക്കാരിന് കഴിഞ്ഞു. പക്ഷേ അതിന്റെയൊക്കെ എത്രയോ ഇരട്ടി എത്രയോ ആളുകൾക്കെതിരെയുള്ള പരാമർശങ്ങൾ ഈ റിപ്പോർട്ടിൽ ഇന്നലെ പുറത്തു വന്ന ഭാഗത്ത് ആരാണ് ഈ സിനിമയിലെ ഇത്തരത്തിൽ സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിക്കുന്ന ചൂഷണം ചെയ്യുന്നവർ എന്ന പേരില്ലെങ്കിൽ പോലും അത് കൃത്യമായി അതിന്റെ തെളിവുകളിൽ, അതായത് തെളിവ് സഹിതമാണ് പല പരാതികൾ, ഡിജിറ്റൽ തെളിവ് അടക്കമുള്ള തെളിവ് സഹിതമാണ് പല മൊഴികളും കമ്മീഷൻ ലഭിച്ചിട്ടുള്ളത്. പലതും ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത തെളിവുകളുണ്ട്. അതായത് ഈ മൊഴി ക്യാമറ റെക്കോർഡ് ചെയ്ത തെളിവുകളുണ്ട്. അത്തരത്തിൽ തെളിവുകൾ കൂടി ഉണ്ടായിട്ടും എന്തുകൊണ്ട് സർക്കാർ ഈ 5 വർഷം ഈ റിപ്പോർട്ടിന്മേൽ അടയിരുന്നു? അത് പുറത്തുവിടുകയോ വിടാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളത് സർക്കാരിന്റെ തീരുമാനമാണ്. പക്ഷേ ഇത്തരത്തിൽ ഗുരുതരമായ ക്രിമിനൽ കുറ്റം നടന്നിട്ടുണ്ട് പല തവണ. അത് എന്ന് നടന്നു? ചിലപ്പോൾ ചില ആളുകൾ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാകാം, അതിലൊന്നും തെളിവുണ്ടാകില്ല. നിയമം അനുസരിച്ച് അങ്ങനെ എത്ര വർഷം മുമ്പ് നടന്നതാണെങ്കിലും ഒരു സ്ത്രീയുടെ പരാതി ഉണ്ടായാൽ അതിൽ കൃത്യമായ നടപടിയെടുക്കാൻ സർക്കാരിന്, അത് അന്വേഷണത്തിന് പോലീസിന് കൈമാറാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ആ ബാധ്യത ഈ സർക്കാർ നിറവേറ്റിയില്ല എന്നത് വസ്തുതയാണ്. അവിടെയാണ് പിണറായി സർക്കാർ മറുപടി പറയേണ്ടി വരുന്നത്. സ്ത്രീ സുരക്ഷ ഗൗരവമായി എടുക്കുമെന്ന മന്ത്രി സജി ചെറിയാൻ പറയുന്നു. സിനിമാ നയം രൂപീകരിക്കും. ഒരു കോൺക്ലേവ്, സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നവംബർ ഒരു കോൺക്ലേവ് സർക്കാർ നേരത്തെ തീരുമാനിച്ചതാണ്. അതുകൊണ്ടൊന്നും കാര്യം തീരില്ല. കൃത്യമായ നിയമ നടപടി ഉണ്ടാകണം എന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇന്നലെ പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ചെയ്ത് ക്രിമിനൽ കുറ്റമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. റിപ്പോർട്ട് ലഭിച്ച ശേഷം 4 വർഷം പൂഴ്ത്തിവെച്ച മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും ചെയ്ത് ക്രിമിനൽ കുറ്റം എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. ശുപാർശകളിൽ സർക്കാർ അടിയന്തര നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു. ലൈംഗിക ചൂഷണത്തിനും ക്രിമിനൽ വൽക്കരണത്തിനും ലഹരി ഉപയോഗത്തിനുമെതിരെ അന്വേഷണം നടത്തണം. എത്ര വമ്പനായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ സർക്കാർ അക്ഷരാർത്ഥത്തിൽ സമ്മർദ്ദത്തിലാവുകയാണ്, അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാവുകയാണ്. കൃത്യമായ നടപടിയെടുത്തു മാത്രമേ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയൂ. അത് ഈ മൊഴി നൽകിയവർ പിന്നീട് അത് ഉറച്ചു നിൽക്കുമോ അല്ലെങ്കിൽ അതിന്റെ നിയമസാധുത എന്ത് എന്നുള്ളതൊക്കെ പിന്നീടുള്ള ചോദ്യമാണ്. പക്ഷേ ഇത്തരത്തിൽ വ്യാപകമായ ലൈംഗിക ചൂഷണം സിനിമാ മേഖല നടക്കുന്നുവെന്ന് ആ മേഖലയിലുള്ളവർ തന്നെ ഒരു കമ്മിറ്റിക്ക് മുമ്പാകെ, ജുഡീഷ്യൽ കമ്മീഷൻ അല്ല എങ്കിൽ പോലും ഒരു കമ്മിറ്റിക്ക് മുമ്പാകെ, ഒരു റിട്ടയർഡ് ജസ്റ്റിസിന് മുമ്പാകെ മൊഴി നൽകിയിട്ടും എന്തുകൊണ്ട് സർക്കാർ ഇപ്പോഴും ഈ 5 വർഷമാകുമ്പോഴും ഈ റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയും എടുത്തില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതിനാകും വരും ദിവസങ്ങളിൽ പിണറായി സർക്കാർ മറുപടി പറയേണ്ടി വരിക. അരുൺ, അതുപോലെ മാഫിയയാണ് സിനിമാ മേഖലയെ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നൊരു വിവരം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ് അരുൺ? സിനിമാ മേഖലയിൽ ഒരു മാഫിയ പ്രവർത്തിക്കുന്നുവെന്ന ഈ റിപ്പോർട്ടിൽ മൊഴി നൽകിയിട്ടുള്ളത്, റിപ്പോർട്ടിൽ കമ്മിറ്റിയുടെ തെളിവെടുപ്പിൽ മൊഴി നൽകിയിട്ടുള്ളത് ഒരു മുതിർന്ന നടനാണ്. അത് എക്സ്ട്രാ ആരാണെന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ മുതിർന്ന നടന്മാർക്ക് പോലും അത്തരത്തിൽ സിനിമാ മേഖലയിലെ പ്രബലമായ ഒരു 15-അംഗ ടീമുണ്ട്, പവർഫുൾ ടീമുണ്ട്. അതിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് മാഫിയ ഇൻ സിനിമ എന്നാണ്. ആ മാഫിയയെ മറികടന്ന് മുന്നോട്ട് പോകാൻ ആർക്കും കഴിയാത്ത അവസ്ഥയാണ്. ഈ 15 പേർക്കുള്ളിൽ നിൽക്കുന്നു മലയാള സിനിമയുടെ എല്ലാ നീക്കങ്ങളും. ഇവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചും ഇവരുടെ ഭാവനാവിലാസങ്ങൾക്കനുസരിച്ചും മാത്രം മുന്നോട്ട് പോകുന്ന ഒന്നായി സിനിമാ മേഖല മാറുന്നു. അതിനെതിരെ കൂടിയുള്ള നടപടികൾ വേണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ഈ 15-അംഗ പവർ ടീം ആരാണ്, അല്ലെങ്കിൽ മാഫിയ എന്ന മുതിർന്ന നടൻ വിശേഷിപ്പിച്ചത് ആരെയൊക്കെയാണ് എന്ന പേരുവിവരങ്ങളൊക്കെ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. പക്ഷെ അത്തരമൊരു സംഘം സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത്തരം കാര്യങ്ങൾ കൂടി മാറ്റമുണ്ടായാൽ മാത്രമേ സിനിമാ മേഖലയിൽ ഇന്ന് ഇപ്പോൾ സർക്കാർ പറയുന്ന സ്ത്രീ സുരക്ഷ ഉറപ്പാക്കും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൃത്യമായി പോകാനാകൂ. അങ്ങനെ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കണമെങ്കിൽ ഇത്തരത്തിൽ ഒരു പുരുഷ മേധാവിത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യവസായത്തിൽ കൃത്യമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണം. അതിന് എത്രത്തോളം സർക്കാർ തയ്യാറാകും, എത്ര വേഗത്തിൽ അതിന് തയ്യാറാകും? സിനിമാ കോൺക്ലേവ് നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഉപദേശിച്ച് നന്നാക്കാമെന്ന് കരുതുകയോ ചെയ്യാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് കൃത്യമായ നിയമ നടപടിയാകും ഇതിൽ വേണ്ടിവരിക. ഇപ്പോഴും പരാതി ഉറച്ചെടുക്കാൻ തയ്യാറായ ആളുകളുണ്ട്. WCC അടക്കമുള്ളവർ ഇന്നലെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ ആഹ്ലാദം പ്രകടിപ്പിച്ചിരുന്നു. അവർക്കൊപ്പമുള്ളവരെങ്കിലും ഒരുപക്ഷെ ഈ മൊഴിയിൽ ഉറച്ചു നിന്നേക്കാം.
പലർക്കും അങ്ങനെ ഈ മൊഴിയിൽ ഉറച്ചുനിന്ന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. സിനിമാ മേഖലയിൽ നിന്ന് അവർ തുടച്ചു നീക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമല്ല സർക്കാരിനും കാര്യങ്ങൾ. പക്ഷേ ഒരു നിയമ നടപടിക്ക് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ, തുടക്കം കുറിക്കാനെങ്കിലും സർക്കാരിന് കഴിയില്ലെങ്കിൽ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ. നമ്മൾ ഈ വാർത്തകൾ ഓരോന്നും ഇതിലെ ഓരോ പേജുകൾ ഇങ്ങനെ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുമ്പോഴും ഓരോന്നും ഞെട്ടിക്കുന്നതായിരുന്നു. പക്ഷെ അതിലെ ഏറ്റവും ഗുരുതരം എന്ന് നമുക്ക് തോന്നിയത് ഈ ലൈംഗിക അതിക്രമങ്ങൾ അത് തന്നെയാണ്. അതിൽ ഈ പ്രായപൂർത്തിയാകാത്ത ആളുകൾ വരെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വലിയ ആരോപണങ്ങൾ ഇതിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ഗുരുതര ലൈംഗിക അതിക്രമ വിഷയങ്ങളിൽ കുറ്റക്കാരായവർക്കെതിരെ കേസെടുക്കണമെന്നുള്ള അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണല്ലോ ഇനിയുള്ള അടുത്ത നടപടി. അത് അവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള DGP സംസ്ഥാന വനിതാ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. അതും ഒരു സത്യത്തിൽ അതും വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദത്തിന് അല്ലെങ്കിൽ ഇനിയുള്ള ഏത് രീതിയിലായിരിക്കും ഇതിന് മുന്നോട്ട് പോക്ക് എന്നുള്ള നമ്മളെ ഒക്കെ നമ്മൾ ആലോചിക്കുന്ന ഒരു ഘട്ടമല്ലേ ഇത്? തീർച്ചയായും സെക്ഷൽ ഹറാസ്മെന്റ് ആണ് സിനിമാ മേഖലയിലെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് തന്നെയാണ് ഈ ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഏറ്റവും ഗുരുതരമായ കാര്യവും സിനിമാ മേഖലയിലേക്ക് വരുമ്പോൾ മുതൽ പിന്നീട് ഓരോ സിനിമയും ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ മേഖലയിൽ തുടർന്നു പോകണമെങ്കിൽ ലൈംഗിക താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് അവിടുത്തെ വനിതാ താരങ്ങൾ മാറുന്നു എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ അല്ലെങ്കിൽ ഏറ്റവും പ്രതിഷേധമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അവിടെയാണ് നിയമ നടപടി എന്ന ആവശ്യവും കൂടി വരുന്നത്. അങ്ങനെ ഇതിലൊരു ഏതെങ്കിലും തരത്തിൽ തിരുത്തിപ്പോകാൻ സർക്കാർ താല്പര്യപ്പെടുന്നുവെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനം നിയമ നടപടി തന്നെയാണ്. ഏതു മേഖലയിലും ഇത്തരത്തിൽ ഒരു ലൈംഗിക ചൂഷണം ഉണ്ടായാൽ അവിടെ ആ രീതിയിൽ നിയമപരമായി തന്നെയാണ് നടപടി എടുക്കേണ്ടത്. ഏറ്റവും ഒരു കൗതുകകരമായ കാര്യം, സാധാരണഗതിയിൽ ഇരകളുടെ പേരാണ് ഈ ലൈംഗിക ആരോപണം അടക്കമുള്ള കാര്യങ്ങളിൽ ഇരകളുടെ പേരാണ് പുറത്തുവിടാൻ പാടില്ലാത്തത്. നിയമം പ്രകാരം ആരാണോ പരാതി. ഞാൻ അരുണിലേക്ക് വരാം. ഇപ്പോൾ ശ്രീമതി സജിത മഠത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് മാം. നമുക്ക് ഇന്നലെയൊക്കെ നമ്മൾ ഞെട്ടിയ വാർത്തകളാണ് പുറത്തു വന്നത്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതിലും അപ്പുറത്തേക്ക് കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. ഇനി എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു, പക്ഷേ ഇത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ വ്യക്തി വിവരങ്ങൾ അത് പുറത്തു വിട്ടിട്ടില്ല. എന്താണ് ഇനി പ്രതീക്ഷിക്കുന്നത്? നോക്കൂ, WCCയെ സംബന്ധിച്ചിടത്തോളം 2017 മുഖ്യമന്ത്രിയെ കണ്ട് ഇങ്ങനെ കേരളത്തില് സിനിമ ഇൻഡസ്ട്രിയിലെ പ്രശ്നങ്ങൾ പഠിക്കണം എന്ന് ആവശ്യപ്പെട്ട സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തികളുടെ വിവരങ്ങൾ പുറത്തുവിടുക എന്നുള്ളതൊന്നും ആയിട്ടില്ല. നമ്മൾ ആവശ്യം ഇൻഡസ്ട്രിയെ പഠിക്കേണ്ടതുണ്ട്. ഞങ്ങൾ പറഞ്ഞത് കൊണ്ട് അതൊരു ഗവൺമെന്റ് രേഖയിൽ ഗൗരവമായിട്ട് വരില്ല. അപ്പൊ അതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. അതിന് നമ്മൾ വളരെ താങ്ക്ഫുൾ ആണ്. കാരണം ഇതൊരു വലിയൊരു ഡിസിഷനാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്. ഗവൺമെന്റ് പ്രഖ്യാപിച്ചു, ഹേമ കമ്മിറ്റി ഉണ്ടായി. പിറ്റത്തെ വർഷം മുതൽ അത് പ്രാബല്യത്തിലായി. ഞങ്ങളുടെ 1.5 വർഷത്തോളം എടുത്ത് അവരത് പഠിച്ചു. പക്ഷെ പിന്നീട് സബ്മിറ്റ് ചെയ്തതിനു ശേഷം പിന്നീട് ഒരു വിവരവും ഉണ്ടായില്ല. 4 വർഷത്തോളം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അത് ആരും കേൾക്കാതെ ഇതിന്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ മുന്നോട്ട് പോയി. അപ്പൊ ഈ മൊത്തം പ്രോസസ്സിൽ ഞങ്ങളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇതില് എന്താ പറയാ, ഈ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് ഗവൺമെന്റിന്റെ രേഖകളിൽ വരണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. അതിപ്പോ വന്നു കഴിഞ്ഞു. നേരത്തെ വന്നു, പക്ഷെ അത് ആർക്കും അറിയില്ലായിരുന്നു. ഇങ്ങനെ ഭയങ്കര രഹസ്യമാക്കി വെച്ചത് കാരണം ഈ പ്രശ്നങ്ങൾ ഉണ്ട്. ഇൻഡസ്ട്രിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട്. ഇൻഡസ്ട്രിയിൽ സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ വേജ് ഡിസ്പാരിറ്റി ഉണ്ട്, ഇൻഡസ്ട്രിയിൽ തൊഴിലിടത്തെ പ്രശ്നങ്ങളുണ്ട്, സ്ത്രീകൾക്ക് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം പഠിക്കുക എന്ന് പറയുന്ന ഒരു പണി നടന്നു. ഇപ്പൊ ഗവൺമെന്റ് രേഖകളിലുണ്ട്. ഇനി നമ്മൾ നോക്കിക്കാണുന്നത് ഗവൺമെന്റിന്റെ പോളിസിയുടെ ഭാഗമായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത് ഞങ്ങൾ നോക്കുന്നത്. അതിനുവേണ്ടി ഗവൺമെന്റിനെ എങ്ങനെ പ്രഷറൈസ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. ശ്രീമതി സജിത മഠത്തിൽ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഇപ്പൊ വന്നിട്ടുള്ള ഏറ്റവും നമ്മളെ ഞെട്ടിക്കുന്നത് ഈ ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ തൊഴിലിടത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് അതിന് പുറത്തൊക്കെ ഇത്തരം വലിയ ദുരിതം അനുഭവിച്ചു സ്ത്രീകൾ എന്നുള്ളത്, ഞങ്ങളും സ്ത്രീകളാണ്, ആ മേഖലയിൽ അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇനി
നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങളിൽ പരാതിയില്ലാതെ ഒരു നടപടി ഉണ്ടാകില്ല എന്നുള്ള രീതിയിലേക്കാണ്, അല്ലെങ്കിൽ അതിൽ കേസെടുക്കാനാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? കഴിഞ്ഞ കാലയളവിൽ സംഭവിച്ചതിൽ ഒരു നടപടി അത് പ്രതീക്ഷിക്കുന്നുണ്ടോ, അതോ ഇനിയെങ്കിലും ഇത് ഉണ്ടാകരുത് എന്ന നിലപാടിലാണോ? നോക്കൂ, അതിൽ എന്താണ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്നത്, ഇപ്പൊ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ആശ്ചര്യവും അത്ഭുതവും ഒക്കെ തോന്നുന്നുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും ഞങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്, അതേപോലെ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും പുതിയ കാര്യങ്ങളേ അല്ല. ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഞങ്ങൾക്ക് പുതിയ കാര്യങ്ങളല്ല. അപ്പം പക്ഷെ ഇനിയുള്ള സ്ത്രീകൾക്ക്, ഇപ്പൊ ഞങ്ങളിത് തുറന്നു പറഞ്ഞത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിന് നന്നായി ബാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറെ പേരുടെ, ഇപ്പൊ നിങ്ങൾക്ക് പാർവതിയെ അറിയുന്നുണ്ടാവോ, അല്ലെങ്കിൽ റീമ കല്ലിങ്ങലിനെ അറിയുന്നുണ്ടാവോ, അല്ലെങ്കിൽ 4-5 പേര് നിങ്ങൾക്ക് അങ്ങനെ പറയാം. അങ്ങനെ അല്ലാതെ ഈ WCCയുടെ ഭാഗമായി നിന്ന് ചെറിയ ചെറിയ രീതിയിൽ സിനിമയെ ഡിപ്പെൻഡ് ചെയ്തെന്ന് ഞങ്ങളെപ്പോലുള്ള കുറെ പേരുടെ ജീവിതത്തിനെ ഇത് ബാധിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് പേടിയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവേദിയിൽ വന്ന് ഇത് ഞങ്ങളുടെ പ്രസൻസ് എങ്ങനെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ജോലി ഒരു സിനിമ കിട്ടാതിരിക്കാനുള്ള റീസണായി മാറുക ചെയ്യുന്നത്. ഇത് സംഭവിച്ചു കഴിഞ്ഞു. എത്രയോ പേരുടെ ഇതിൽ പങ്കെടുത്ത് ഞങ്ങളുടെ ഭാഗമാണ് എന്ന് എങ്ങനെയെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ള സാധ്യത അവർ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും അത് സംഭവിക്കുന്നുണ്ട്. മനഃപൂർവ്വമാണോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കാം അത് സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഞങ്ങൾക്കൊരു പുതിയ കാര്യമല്ല. പക്ഷെ ഇതിൽ എന്ത് രീതിയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് WCC സീരിയസ് ആയിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതെനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്നലെയാണ് അത് വന്നത്. ഞങ്ങൾ എല്ലാവരും അത് വായിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധാരാളം മീറ്റിങ്ങുകൾ ഞങ്ങളുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി എനിക്കിപ്പോ പറയാൻ പറ്റില്ല. ഞങ്ങൾ ഇനി അതിൽ ഒരു അപേക്ഷ കൊടുക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കിപ്പോ പറയാൻ പറ്റില്ല. കാരണം അത് ഞങ്ങൾ ഇനി പഠിച്ചിട്ട് പറയേണ്ട കാര്യം. കാരണം ഇത്രയും കാലം നമുക്ക് എന്താ പറയാ ഇതിൽ ഇന്നതായിരിക്കും എന്നൊക്കെ ആന്റിസിപ്പേഷൻസ് ആണ്. ഇപ്പൊ അങ്ങനെയല്ല, സോളിഡ് ആയിട്ട് നമ്മളുടെ മുന്നിൽ രേഖകൾ ഇരിക്കുവാണ്. അപ്പൊ അത് പഠിക്കാതെ നമുക്ക് അതിലൊരു അഭിപ്രായവും പറയാൻ പറ്റില്ല. ഈ ഇങ്ങനെ നേരത്തെ പറഞ്ഞ ഇപ്പൊ നിങ്ങൾ ഈ പുറത്തുവിട്ട ഈ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെ പൊതുമധ്യത്തിലേക്ക് വന്നിരിക്കുന്നു, അത് പരസ്യമായിരിക്കുന്നു. പക്ഷെ അതിലുപരി നിങ്ങൾ അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം, ഇനിയുള്ളവർ അത് അനുഭവിക്കരുത് എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന വലിയ ആളുകൾ, വമ്പന്മാർ അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്, ചെറിയ കുട്ടികൾ വരെ, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വരെ പീഡനം അനുഭവിക്കേണ്ടി വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. സജിത മഠത്തിൽ DGP റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് വനിതാ കമ്മീഷനോട്. ഞങ്ങൾക്ക് ഇത് പോരാ, കൃത്യമായ റിപ്പോർട്ട് കിട്ടണം, ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അറിയണം. അതിലൊരു നടപടി താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ടല്ലേ നമ്മളതിനെ കാണേണ്ടത്. നടപടി ഉണ്ടാവുകയാണെങ്കിൽ വലിയ കാര്യമാണ്. ഇനിയിപ്പോ നടപടി ഉണ്ടായില്ല, അതൊരു ഗവൺമെന്റ് പോളിസിയുടെ ഭാഗമായി ഇനിയുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിലേക്കാണ് എത്തുന്നെങ്കിൽ അതും നമുക്ക് വലിയ കാര്യമാണ്. കാരണം ഒന്നും നടക്കാത്ത ഒരിടത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണം. ഒരു വിധത്തിൽ ഇപ്പോ നമുക്കൊരു കംപ്ലൈന്റ് ഉണ്ട്, ഒരാൾ എന്നെ മോശമായി എൻ്റെ അടുത്ത് പെരുമാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി നഷ്ടപ്പെടുന്ന പിന്നീട് ആ സ്ത്രീക്ക് ജോലി ഇല്ല ഇൻഡസ്ട്രിയില്. അപ്പൊ അങ്ങനെയുള്ള ഒരിടത്തുനിന്ന് വരുന്ന യാതൊരു തൊഴിൽ സുരക്ഷയും ഇല്ലാതെ പണിയെടുക്കുന്ന കുറെ സ്ത്രീകളുള്ള ഒരിടത്തുനിന്ന് വരുമ്പം നമുക്ക് വനിതാ കമ്മീഷൻ വഴി അതിന് കേസെടുക്കണമെന്ന് ചോദിച്ചാൽ എടുക്കാൻ പറ്റുമെങ്കിൽ വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക്. അല്ല തിരിച്ച് ഗവൺമെന്റ് ഇതെല്ലാം മനസ്സിലാക്കി ഗവൺമെന്റിന്റെ പോളിസിയുടെ ഭാഗമാക്കുമോ, റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കുമോ എന്ന് ചോദിച്ചാൽ അത് നടപ്പിലാക്കുകയാണെങ്കിൽ അത് അതിനേക്കാളും വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഈ സ്ത്രീകളോടുള്ള സമീപനം പ്രാകൃതം എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നു, പ്രാകൃതമായിരുന്നു എന്ന് പറയുന്നത്. ഇപ്പോഴും അതാണ് ആലോചിക്കുന്നത്, പണ്ട് കാലത്തുണ്ടായിരുന്ന കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നു എന്നാണോ? നമ്മൾ അതിന്റെ അകത്ത് പണിയെടുക്കുമ്പോൾ നമ്മൾക്കത് അങ്ങനെ മനസ്സിലാവണമെന്നില്ല. പുറത്തുനിന്നുള്ള ഒരാൾ ഒബ്ജക്റ്റീവായിട്ട് അത് കാണുമ്പോഴാണ് അത് മനസ്സിലാവുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവോ, നിങ്ങളിപ്പോ എന്നെ വിളിക്കുന്നുണ്ട്, ഇൻഡസ്ട്രിയിലെ ഒരു മെയിൽ മെമ്പറെ വിളിച്ചിട്ട് നിങ്ങൾ ഇതേ കാര്യം ചോദിച്ചാൽ അവരെന്ത് മറുപടി പറയുമെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഇൻഡസ്ട്രിയിൽ വളരെ പ്രധാനപ്പെട്ട എത്ര ഓർഗനൈസേഷൻസ് ഉണ്ട്, ആ ഓർഗനൈസേഷന്റെ ലീഡിംഗ് ആയിട്ടുള്ള ആളുകളെ വിളിച്ചിട്ട് ഇതിനോടുള്ള ഒരു കമന്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ?
അതെന്തുകൊണ്ടാ കിട്ടാത്തത്? അത് തന്നെ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാലോ. അവർക്ക് എന്തുകൊണ്ടാണ് അതിനെപ്പറ്റി ഒന്നും മിണ്ടാൻ പറ്റാത്തത്? അവരെന്തുകൊണ്ടാ ഗൗരവത്തോടുകൂടി ഈ കാര്യത്തെ കാണാത്തത്? ഇതൊരു സീരിയസ് ആയുള്ള കാര്യമായിട്ട് പോലും അവർ പരിഗണിക്കുന്നുണ്ടോ? അല്ല സജിത മഠത്തിൽ, പക്ഷെ ഇങ്ങനെ ഒരു സോളിഡ് ആയിട്ടുള്ള, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ സോളിഡ് ആയിട്ടുള്ള ഒരു രേഖയാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. ഇത് വന്നതുകൊണ്ട് തന്നെ അവർക്കിനി മിണ്ടിയേ മതിയാകൂ, അങ്ങനെ കരുതുന്നില്ല? അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ചൂടെ? എനിക്ക് അങ്ങനത്തെ വലിയ പ്രതീക്ഷ ആ കാര്യത്തിലില്ല. പക്ഷെ ബാക്കി എല്ലാ കാര്യത്തിലും വളരെയധികം പ്രതീക്ഷയുണ്ട്. ഗവൺമെന്റിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്രയല്ലേ നമുക്ക് പറ്റുള്ളൂ. പക്ഷെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ചോദിക്കാൻ. പക്ഷെ മാധ്യമ പ്രവർത്തകരെ ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ വിവരാവകാശ കമ്മീഷണറും അതേപോലെ തന്നെ മാധ്യമ പ്രവർത്തകരും ഞങ്ങളോടൊപ്പം നിന്നില്ലായിരുന്നുവെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇതൊരു ഭയങ്കര ആ ഒരു സപ്പോർട്ട്, ജനങ്ങൾ നൽകിയ സപ്പോർട്ടൊക്കെ വലിയ വലിയ കാര്യം. നിങ്ങൾക്കറിയില്ല, ഇതൊരു ചെറിയ ഓർഗനൈസേഷനാണ്. നമ്മളെ ഇൻഡസ്ട്രിയിലുള്ള ആളുകള് പരിഹാസത്തോടു കൂടിയും ഇപ്പോഴും നിങ്ങൾക്ക് ഉണ്ടോ, ഇവിടെ ജീവിച്ചിരിപ്പുണ്ടോ, WCC ഇപ്പോഴും ഉണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിക്കും. ഒരിക്കലും ഇത് ഇൻഡസ്ട്രിയിലെ മറ്റു വലിയ ഓർഗനൈസേഷനിലെ മെമ്പേഴ്സ് കേൾക്കേണ്ടി വരാത്ത കാര്യമാണ്. അവരെല്ലാവരും ആ സംഘടന ഒന്നും ചെയ്താലും ഒന്നും ചെയ്തില്ലെങ്കിലും വല്ലപ്പോഴും ഷോ നടത്തിയാലും ആ ഓർഗനൈസേഷൻ ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങൾ നിരന്തരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം, മീഡിയയിൽ വന്നുകൊണ്ടിരിക്കണം, എന്നാലും ഞങ്ങൾ ഉള്ളതായിട്ട് അവർ പരിഗണിക്കുള്ളൂ. നിങ്ങളെല്ലാം തല്ലിപ്പിരിഞ്ഞു പോയോ എന്നൊക്കെ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ പണിയെടുക്കുന്നുണ്ട്. നമ്മൾക്ക് ഒന്നും ഇല്ലാത്തടത്തുനിന്ന് ഒരു ഫണ്ടും ഒന്നുമില്ലാതെ നമ്മളെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ പണിയെടുക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ പരസ്പരം ഇതിനെ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ് എന്റെ ടീമിന്റെ അടുത്ത്. WCC ആസ് എൻ ഓർഗനൈസേഷൻ അതിന്റെ ഭാഗമായാലും ഇപ്പൊ ഞാൻ വളരെ വളരെ ഹാപ്പിയാണ്. ഇപ്പൊ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ കുറിച്ച് നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം അത്രയും ചീത്ത വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അത്രയും തെറികൾ നമ്മൾ കേട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പൊ ഒരു ദിവസമെങ്കിലും ഒരു നല്ല വാക്ക് കേട്ടു എന്നുള്ളത് നമ്മളൊരു പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ ആദ്യം ഇറങ്ങുന്നവർക്ക് അടി കൊള്ളും, അത് ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ നേരത്തെ തൊട്ട് കാണുന്നതല്ലേ. പക്ഷേ ആ അടി കൊണ്ടതിന് ഗുണമുണ്ടായി എന്ന് നമുക്കിപ്പോ ബോധ്യമാകുന്നില്ല. അല്ലെങ്കിൽ ഗുണമുണ്ടാകട്ടെ. പിന്നെ സജിത മഠത്തിൽ പറഞ്ഞ പോലെ അവർ മിണ്ടണം, അവിടെയുള്ള ആളുകൾ അവർ സംസാരിക്കുക തന്നെ വേണം. ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങൾക്കൊപ്പമുണ്ട് എന്നൊന്നുകൂടി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. ശരി, ശ്രീമതി സജിത മഠത്തിലാണ് നമ്മളോട് സംസാരിച്ചത്. അവരെ പ്രതീക്ഷ വെക്കുന്നത് ഇനിയുള്ള ആളുകൾക്കെങ്കിലും സിനിമയിൽ സ്ത്രീകൾക്കെങ്കിലും ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുത് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ശുഭപ്രതീക്ഷ വയ്ക്കാം. ഈ കാര്യങ്ങളൊക്കെ സർക്കാർ ഇതേ ഗൗരവത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഡാനി പോൾ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ പ്രഭാതത്തിൽ സംസാരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് തന്നെയാണ്. അത് തന്നെയാണ് വേണ്ടതും. സജിത മഠത്തിലൊക്കെ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ നിരന്തരമായി ഇതിന് പിന്നാലെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇത് പുറത്തുവിടുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മളിപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പുറത്തുവിട്ടപ്പോൾ ഇനി എന്താണ് ഈ കാര്യത്തിൽ ബാക്കിയുള്ളവരുടെ പ്രതികരണം? അതായത് പ്രധാനമായും പുരുഷന്മാരുടെ പ്രതികരണം, അമ്മ എന്ന സംഘടനയുടെ പ്രതികരണം ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് ഡാനി, അവരൊക്കെ മൗനത്തിലാണോ? ഇന്ന് നമുക്ക് എന്തെങ്കിലും സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കാമോ? ഗുഡ് മോർണിംഗ് അശ്വതി. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇതിൻ്റെ ഒരു പ്രതികരണം, കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏത് നിമിഷവും പുറത്ത് വന്നേക്കാം. കാരണം കോടതിയിലെ അത്തരം വാദമുഖങ്ങൾ അവസാനിച്ചു കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനോട് സർക്കാരിനടക്കം ഒരു എതിർപ്പും കാണിച്ചിരുന്നില്ല. അപ്പോൾ ഇത് ഏത് സമയവും പുറത്ത് വന്നേക്കാമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നിരുന്നത്. അപ്പോൾ മുതൽ തന്നെ ഈ റിപ്പോർട്ട് സംബന്ധിയായ കാര്യങ്ങളിൽ താരസംഘടനയായ അമ്മയോടടക്കം പ്രതികരണം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിന് സംബന്ധിയായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത് അമ്മയുടേതായ ഒരു വിഷയമല്ല എന്ന അടക്കമുള്ള രീതിയിലുള്ള ഒരു നമ്മൾ പറയുന്നത് പോലെ ഒരു അഴകുഴമ്പ് നിലപാടെന്നൊക്കെ പറയാം, ആ രീതിയിലുള്ളൊരു മാറി നിന്നുകൊണ്ടുള്ളൊരു പ്രതികരണമാണ് ഉണ്ടായിരുന്നത്. അത് മാത്രവുമല്ല, അത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയല്ലേ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായത്. പക്ഷേ ഇന്നലെ ആ റിപ്പോർട്ട് പുറത്ത് വന്നതിനു ശേഷവും നടത്തിയ ആ പ്രതികരണം, അതിനുശേഷം ഈ റിപ്പോർട്ട് സമഗ്രമായിട്ട് തന്നെ പുറത്തു വരുന്നു. അതിൽ ഓരോ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുന്ന രീതിയിൽ അതിൽ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, അവർ അനുഭവിച്ച ദുരവസ്ഥകൾ, ഇതെല്ലാം തന്നെ വളരെയധികം വിവരിച്ചുകൊണ്ട് അത് തെളിവടക്കമുണ്ട് എന്ന സൂചനകളോടുകൂടി തന്നെ ആ റിപ്പോർട്ട് പരാമർശിക്കപ്പെടുമ്പോൾ ഇതിൽ ഒരു പ്രതികരണം തേടുമ്പോൾ അപ്പോഴും വലിയ മാറ്റമൊന്നും അമ്മയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി സ്ഥാനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. ഇന്നലെ അമ്മ ഭാരവാഹികൾ ഇതിനോടെല്ലാം തന്നെ പ്രതികരിച്ചത്
ഇത് ഒന്ന് നോക്കട്ടെ, പരിശോധിക്കട്ടെ എന്നുള്ള രീതിയിലെല്ലാം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ രീതിയിലുള്ളൊരു പ്രതികരണങ്ങളിലാണ് പോകുന്നത്. പക്ഷേ ഇതിൽ അനുകൂലമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് അനുകൂലമായി ഈ റിപ്പോർട്ട് സംബന്ധിയായ കാര്യങ്ങളിൽ തീർച്ചയായുമുള്ളൊരു അന്വേഷണം അടക്കം അവരാവശ്യപ്പെടുന്ന രീതിയിലേക്ക് താരസംഘടനയിലെ യുവനിരകളുടെ ശബ്ദം ഉയരുന്നു എന്ന രീതിയിലേക്ക് ആ രീതിയിലേക്ക് ചില വിലയിരുത്തലുകളുണ്ട്. പക്ഷേ അത് എത്രത്തോളം എന്നതാണ് ഇനി അറിയേണ്ടത്. മാത്രമല്ല ആ രീതിയിലേക്ക് അവർക്ക് പോകണമെങ്കിൽ അതിൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആ രീതിയിലുള്ളൊരു മുന്നോട്ട് പോക്കുണ്ടായാൽ മാത്രമേ അത്തരം ഈ ഒരു പ്രതിഷേധ ശബ്ദങ്ങൾക്ക് കുറച്ചുകൂടി ഒരാക്കം കൂടുകയുള്ളൂ. അത് ആ രീതിയിൽ തന്നെ കാണണം. കാരണം ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അടക്കമുള്ളൊരു കാര്യങ്ങൾ മുന്നോട്ട് പോകണം. കാരണം ഈ രീതിയിലൊരു പരാതി ഉണ്ടാകുകയാണെങ്കിൽ, ഇത് സംബന്ധിച്ച് ഇനിയൊരു പരാതി ഉണ്ടാകുകയാണെങ്കിൽ അതിനൊരു ഫർദർ നടപടി എന്നുള്ള രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൃത്യമായ രീതിയിലുള്ളൊരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ് പല കോണിൽ നിന്ന് ആവശ്യമുയരുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ പ്രതിപക്ഷ നേതാവടക്കം ഇതിൽ രൂക്ഷമായ വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉയർത്തി. വി ഡി സതീശൻ പറഞ്ഞത് സർക്കാർ ഇത്രയും സമഗ്രമായ ഒരു റിപ്പോർട്ട് സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് ഒരു ജസ്റ്റിസ് അന്വേഷിച്ച കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പുറത്ത് സർക്കാർ അടയിരുന്നത് എത്ര വർഷമാണ്? 5 വർഷത്തോളം സർക്കാർ ഇതിൽ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് വി ഡി സതീശൻ ചോദിക്കുകയുണ്ടായി. കാരണം ഇത്രയ്ക്കധികം ഒരു തെളിവുകൾ നിരത്തിയുള്ള ഒരു റിപ്പോർട്ടാണ്. സ്ത്രീകൾ ഒന്നടങ്കം പരാതിക്കാരായിട്ട് വരുന്നു, ഈ കാര്യങ്ങൾ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഇങ്ങനെയൊരു റിപ്പോർട്ട് കിട്ടിയിട്ട് സർക്കാർ എന്തുകൊണ്ട് ഇത്ര കാലം ഇത് പുറത്തുവിടാൻ മടിക്കുന്നു? ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്? സർക്കാരിന് ഇതിൽ എന്താണ് ഇത്ര താല്പര്യം ഇത് പുറത്തുവിടാതിരിക്കുക എന്നതടക്കമുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ ഇതിൽ പിന്നാക്കം പോകുന്നു. ഇത്തരം ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും അതോടൊപ്പം സർക്കാർ ഒന്നടങ്കം ഇത്തരം കാര്യങ്ങളിൽ മറുപടി പറയേണ്ടതാണ് എന്നാണ് പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെടുകയും ചെയ്തത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പരാതികൾ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും തുടർ നടപടികൾ ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. ഇനി ഒരുപക്ഷെ വരുന്ന സമയത്ത് ഇത് സംബന്ധിയായ ഏതെങ്കിലും കാര്യത്തിൽ ഒരുപക്ഷെ പരാതികളടക്കം ഉയർന്നു വരികയാണെങ്കിൽ അവർക്ക് എന്തു പിന്തുണയാണ് സർക്കാർ നൽകുക, ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ നൽകുക എന്നതും ഒരു ചോദ്യമായി അവശേഷിക്കുന്നുണ്ട്. തുടർ നടപടികൾ എന്ത് എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ ഒരു പ്രത്യേകത. കാരണം നമ്മൾക്ക് കമ്മിറ്റി റിപ്പോർട്ടുകളും കമ്മീഷൻ റിപ്പോർട്ടുകളും അത്ര പുതുമയുള്ളൊരു കാര്യമൊന്നുമല്ല. ഒരുപാട് കമ്മിറ്റി റിപ്പോർട്ട്, കമ്മീഷൻ റിപ്പോർട്ടുകളെല്ലാം തന്നെ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ നമ്മൾ കാണുന്നുണ്ട് എന്താണെന്നത്. പക്ഷേ ഇത് മലയാള സിനിമയുടെ ഒരു സമഗ്രമായ രീതിയിൽ കടന്നു വന്ന ഒരു കാര്യങ്ങൾ അപഗ്രഥിച്ചു കൊണ്ടുള്ള റിപ്പോർട്ടാണ്. അതിൽ സ്ത്രീകൾ തങ്ങളുടെ തൊഴിലിടങ്ങളിൽ നേരിടുന്ന ദുരവസ്ഥ, അവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്ത പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ എന്താ പറയുക, വെള്ളിത്തിരയിൽ നക്ഷത്രങ്ങളായി കാണുന്നവർക്ക് അതിൻ്റെ പിന്നാമ്പുറ കഥകൾ അത് വളരെ ദയനീയമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കേരളത്തിൽ നടക്കുന്ന ഈ സംഭവങ്ങളിൽ അവരുടെ തൊഴിലിടങ്ങളിൽ അവർക്ക് നേരിടേണ്ടി വന്ന വൈഷമ്യങ്ങളിൽ എന്ത് ഇടപെടലുകൾ ഇനി ഉണ്ടാകുമെന്നത് ശ്രദ്ധേയമാണ്. നമ്മൾ കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയങ്ങളിൽ സ്വാഭാവികമായും തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അല്പം മുമ്പ് സംസാരിച്ച നമ്മളുടെ അതിഥിയായിരുന്ന സിദ്ധാമഠത്തിലാണെന്ന് വിശ്വസിക്കുന്നു. അവർ പറഞ്ഞതുപോലെ ഇതിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ പുരുഷന്മാർ കൂടുതൽ ഇത്തരം കാര്യങ്ങൾ പ്രതികരിക്കാത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പലയിടങ്ങളിൽ നിന്നും ഉയരുന്ന ഒരു പൊതുചോദ്യമായി ഇപ്പോൾ മാറുന്നുണ്ട്. കാരണം എല്ലാ വിഷയങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിലുള്ളൊരു പ്രതികരണങ്ങൾ പലരും നടത്താറുണ്ട്. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ളൊരു പ്രതികരണങ്ങൾ ഈ മണിക്കൂറിലും ഉണ്ടാകാത്തത് എന്നത് ഒരു പരിധിവരെ ഒരു ആശ്ചര്യകരമാണ്. കാരണം ഇത്തരം വിഷയങ്ങളിൽ അവർ തീർച്ചയായും തന്നെ പ്രതികരണങ്ങൾ വരേണ്ടതാണ്. പക്ഷേ പലരും തന്നെയും വിമുഖത പ്രകടിപ്പിക്കുന്നു എന്നത് സത്യമായ ഒരു കാര്യമാണ്. നമ്മൾ ഇതിനകം തന്നെ ഈ സമയം തന്നെ ഇന്നലെയും ഇന്നുമായിട്ട് പലരെയും തന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഫോണിലടക്കം ഏതെങ്കിലും രീതിയിലുള്ളൊരു പ്രതികരണങ്ങളിലേക്ക് എന്താണ് ഇത് സംബന്ധിയായ ഒരു റിപ്പോർട്ടിൽ നിങ്ങളുടെ പ്രതികരണം എന്ത് എന്നതടക്കമുള്ള കാര്യങ്ങൾ തേടുന്നുണ്ട്. പക്ഷേ ആരും തന്നെയും കൃത്യമായൊരു ഉത്തരം നൽകുന്നില്ല. പിന്നീട് വിളിക്കാം, തിരക്കാണ്, അല്ലെങ്കിൽ ഞാൻ
അതിന് വിശദാംശങ്ങൾ കണ്ടില്ല എന്ന രീതിയിലുള്ള ഒരു ഒഴുക്കൻ മട്ടിലുള്ള മറുപടികളാണ് നൽകുന്നത്. വിശദാംശങ്ങൾ കണ്ടില്ല എന്നല്ല, ഒരുപക്ഷെ ഏറ്റവും ആദ്യം ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ഇവരടക്കം എല്ലാവരും തന്നെ ഇതിലേക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്താണ് അതിൽ ഉണ്ടായിരുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ സമയത്ത് ഒട്ടും തന്നെയും ഇവരാരും ഒരു പരസ്യ പ്രതികരണങ്ങളിലേക്കോ ഒന്നും തന്നെ വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്ന ഈ നിഗൂഢമായ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ഇത്തരം ആളുകളുടെ ഒരു ബന്ധങ്ങളുടെ ആഴമടക്കം, അവരുടെ ഇവരെ കൂട്ടി വെച്ചിരിക്കുന്നവരുടെ ഒരു ബന്ധങ്ങൾ, അതിൻ്റെ ഒരു ശക്തിയും നമ്മൾ തിരിച്ചറിയുന്നത് ഇതുവരെയും കാര്യമായി കടന്നു വരാത്ത ആ പ്രതികരണങ്ങളുടെ ഇല്ലായ്മ തന്നെയാണ് അവരുടെ കരുത്ത് വെളിവാക്കുന്നത്. എന്തായാലും അത് ഭേദിച്ചുകൊണ്ട് പുറത്തേക്ക് ശബ്ദങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടെങ്കിൽ സർക്കാർ അടക്കം ഈ വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കണം. അല്ലാതെ കൂടുതൽ പ്രതികരണങ്ങൾ പോലും ഈ വിഷയങ്ങളിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അശ്വതി. ശരി, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഡാനി പറഞ്ഞതുപോലെ ഇന്നലെ ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറിയതിന് കാരണം പറഞ്ഞത് നന്നായി ഒന്ന് പഠിക്കട്ടെ, വായിക്കട്ടെ എന്നൊക്കെ ആയിരിക്കും. പക്ഷേ ഇന്ന് ഇല്ലെങ്കിൽ ഇന്നലെ രാത്രി കൊണ്ട് അതൊക്കെ വായിച്ചു കാണുമല്ലോ. ഇന്ന് പ്രതീക്ഷിക്കാം നമുക്ക് അവരെന്തെങ്കിലുമൊക്കെ പ്രതികരിക്കുമെന്ന്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പല വമ്പന്മാരും ആശ്വാസത്തിലുമാണ്. എന്നാൽ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത മാത്രമാണ് ഇപ്പോഴത്തെ സാഹചര്യമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വൻ നിയമ പോരാട്ടത്തിന് ഇടയാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഐസ് മലയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്നേക്കുമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ മൂടിവെക്കാനായേക്കില്ല. വൻ നിയമപോരാട്ടത്തിലേക്കാണ് ഇപ്പോഴത്തെ സാഹചര്യം വാതിൽ തുറക്കുന്നത്. ഭീഷണിപ്പെടുത്തിയും അവസരങ്ങൾ നിഷേധിച്ചുമാണ് ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയാക്കിയിട്ടുള്ളത്. ഇത്തരം വെളിപ്പെടുത്തൽ ഉണ്ടായ സാഹചര്യത്തിൽ കോടതി തന്നെ അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ വ്യക്തികളും രംഗത്ത് എത്തിയേക്കും. തങ്ങൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്ന ആവശ്യം കമ്മിറ്റിക്ക് മുൻപാകെ എത്തിയ ചലച്ചിത്ര നടികളും ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ഇതിനെല്ലാം അപ്പുറം റിപ്പോർട്ടിന്മേൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുന്നുവെന്നതും ഏറെ ശ്രദ്ധേയമാണ്. റിപ്പോർട്ടിന്റെ ഭാഗങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ സ്വയമേധയാണെങ്കിൽ പോലും പോലീസിന് കേസെടുക്കാം. നേരത്തെയുള്ള സുപ്രീം കോടതി ഉത്തരവ് ഇതിന് പിൻബലമാകും. കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഇതിനകം DGPക്ക് പരാതി നൽകിക്കഴിഞ്ഞു. സർക്കാർ നടപടികൾ ദുർബലമായാൽ പ്രതിപക്ഷം അത് രാഷ്ട്രീയ ആയുധമാക്കുമെന്ന് ഉറപ്പ്. ചില അറസ്റ്റുകളിലേക്കെങ്കിലും കാര്യങ്ങൾ നീങ്ങിയാൽ സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിക്കും. വമ്പന്മാരെ പൂട്ടാൻ സർക്കാർ തയ്യാറാകുമോ? അതല്ല സിനിമാ മേഖലയിൽ തുടർന്നുള്ള പരിഷ്കരണത്തിന് ചില നടപടികൾ സ്വീകരിച്ച് കാര്യങ്ങൾ അതിൽ ഒതുക്കുമോ എന്നതും വരും ദിവസങ്ങളിൽ വ്യക്തമാകും. നിയമയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീണ്ടാൽ ഇപ്പോൾ മറച്ചുവെച്ചിരിക്കുന്ന പേരുകൾ പുറം ലോകത്തെത്തും എന്നത് ഉറപ്പാണ്. എന്തായാലും ക്ലൈമാക്സ് എന്തെന്ന് കാത്തിരുന്നു കാണാം. ന്യൂസ് 18 തിരുവനന്തപുരം. അതാണ് കൃഷ്ണേന്ദു, നമ്മൾ ക്ലൈമാക്സ് തന്നെയാണ് നോക്കിയിരിക്കുന്നത്. ഇനി എന്താകും എന്നുള്ള കാര്യം. നമുക്ക് കുറേ കമന്റ്സ് വരുന്നുണ്ട് യൂട്യൂബിൽ. അരുൺ മാലി ഗുഡ് മോർണിംഗ് അരുൺ. അലൻ ആർ പ്രവീൺ ഗുഡ് മോർണിംഗ്. സുനിൽ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ഹാപ്പി ഫേസ് എന്ന് പറഞ്ഞൊരു ഫേസ് ഇല്ലാത്തയാൾ, നിങ്ങളുടെ ഫീൽഡിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നു. ഇല്ല. അരുൺ സുകുമാരൻ ചോദിച്ചിരിക്കുന്നു, അതിനത്രയും മതി മറുപടി എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അരുൺ സുകുമാരൻ ചോദിച്ചിരിക്കുന്നു, നിർത്തിയിട്ട് പോകുമോ? സിനിമ കാലങ്ങളായി ഇങ്ങനെയാണ്, ഇനി മാറാനൊന്നും പോകുന്നില്ല. വയനാട് ന്യൂസ് ഒന്നുമില്ലേ? ആ പാവം ജനങ്ങളെ ഓർക്കൂ, മസാല കഥ അല്ലാതെ എന്ന്. അരുൺ, എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇത് മസാലയും ഇക്കിളിയും ഒക്കെ ആകുന്ന നമ്മൾ അതിന് പുറത്തു നിൽക്കുമ്പോഴാണ്. നമ്മുടെ ആരെങ്കിലും ഒക്കെ അതിനകത്തുണ്ടെങ്കിൽ അത് മസാലയും ഇക്കിളിയും ആകില്ല. അപ്പം നമുക്കത് ഗൗരവമുള്ളതാകും. അതാണ് അരുണിനുള്ള മറുപടി. ഗ്രാൻഡ് ടൈൽസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തായാലും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും നല്ല പ്രഭാതം തന്നെ ആശംസിക്കുകയാണ്. നിങ്ങളുടെ കമന്റ് ഒക്കെ വായിച്ചു പോകാം. നമുക്ക് ഒരുമിച്ച് ബാക്കിയുള്ള സമയത്ത് മുന്നോട്ട് പോകാം. വായിച്ചു കൃഷ്ണൻ. അതേപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നന്ദി പറഞ്ഞ് WCC. സിനിമാ മേഖലയിൽ മാന്യമായ ഒരു പ്രൊഫഷണൽ ഇടം ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും നീതിക്ക് വേണ്ടിയുള്ള നീണ്ട പോരാട്ടമായിരുന്നു. ജസ്റ്റിസ് ഹേമ, ശാരദ, ഡോക്ടർ വത്സരകുമാരി എന്നിവർ ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ ചെലവഴിച്ച മണിക്കൂറുകൾക്ക് നന്ദി. ശുപാർശകൾ പഠിച്ച് സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് സ്ത്രീകളുടെ ശബ്ദമാണ്, കേൾക്കണമെന്നും WCC പറഞ്ഞു.
ഇനി നമുക്ക് വയനാട്ടിലേക്ക് പോകാം. വയനാട് ചെമ്പ്രമലയിൽ വലിയ തോതിൽ വിള്ളലുണ്ട് എന്ന വാർത്ത, ന്യൂസ് 18 വാർത്ത നമ്മൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. അതിനെ തുടർന്ന് പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് എന്നാണ്, റവന്യൂ വകുപ്പ് പരിശോധനയ്ക്ക് ഒരുങ്ങുന്നു എന്ന വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറുമെന്ന് വൈത്തിരി തഹസിൽദാർ SR സജി ന്യൂസ് 18നോട് പറഞ്ഞു. ചെമ്പ്രമലയിൽ വലിയ തോതിൽ വിള്ളൽ അനുഭവപ്പെട്ടത് കണ്ടെത്തിയ സാഹചര്യത്തിൽ വയനാട് ജില്ലാ കളക്ടർ വൈത്തിരി തഹസിൽദാരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വൈത്തിരി തഹസിൽദാർ SR സജി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ നടപടി? അത് പരിശോധന എന്തെങ്കിലും ആരംഭിച്ചിട്ടുണ്ടോ? ജില്ലാ കളക്ടർ ഇതിനോട് ഈ കാര്യം ചാനലിൽ കണ്ടതിനെ തുടർന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വില്ലേജ് ഓഫീസർ കോട്ടപ്പടി വില്ലേജിലാണ്, നിങ്ങൾ ഈ പറയുന്ന സ്ഥലം കോട്ടപ്പടി വില്ലേജിലാണ്. ആ കോട്ടപ്പടി വില്ലേജിലേക്ക് വില്ലേജ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അവരെ സ്ഥലത്തോട്ട് പോയിട്ടുണ്ട്. അത് കൂടാതെ കളക്ടറേറ്റിലുള്ള ഹസാർഡ് അനലിസ്റ്റും അതുപോലെ തന്നെ ജിയോളജിസ്റ്റും ഞങ്ങൾ ഈ വിവരം നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. അവരും ആ ഭാഗത്തേക്ക് പോകുന്നതാണ്. എപ്പോഴത്തേക്കായിരിക്കും ഇത് പരിശോധന നടക്കുക? നാളെ തന്നെ നടക്കുമോ? ഇന്ന് തന്നെ നടക്കും, മിക്കവാറും ഇന്ന് തന്നെ. ഇപ്പം വില്ലേജ് ഓഫീസർ എന്തായാലും സ്ഥലത്തോട്ട് പോയിട്ടുണ്ട്. ഇന്ന് തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട് സ്ഥലത്തോട്ട്, ഇപ്പം തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിൽ എന്തെങ്കിലും, ഇപ്പോൾ നമുക്കറിയാം ചൂരൽമലയിലൊക്കെ വലിയ അപകടം ഉണ്ടായതാണ്. ഈ നിങ്ങൾ പറയുന്ന ഈ സ്ഥലത്ത് തന്നെ ഒരു 3-4 ദിവസം മുമ്പ് ആ ഭാഗത്തെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങളെ ഒഴിപ്പിച്ച് കോട്ടനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ താമസിപ്പിച്ചിരുന്നതാണ്. അവർ അവിടുത്തെ മഴ കഴിഞ്ഞതിന് ശേഷം തിരികെ പോയിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടിൽ പ്രധാനമായും ഇത് തന്നെ. ഇപ്പോൾ നമുക്കറിയാം ഈ കുന്നമംഗലം വയലിൽ മുമ്പ് ഈ റിപ്പോർട്ട് വന്നതാണ്. കുന്നമംഗലം വയലിൽ ഈ സോയിൽ പൈപ്പിങ്ങും അതുപോലെ തന്നെ സോയിൽ ക്രീപ്പിംഗ് പ്രതിഭാസമൊക്കെ കണ്ടെത്തിയതാണ്. അപ്പോൾ അവിടെ വാസയോഗ്യമല്ല എന്നുള്ള റിപ്പോർട്ട് അന്ന് സെൻറ്റർ ഫോർ എർത്ത് ആൻഡ് സയൻസ് സ്റ്റഡീസിൻ്റെ ഒക്കെ പുറത്ത് വന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അങ്ങനെ എന്തെങ്കിലും? അത് പരിശോധിക്കുന്നതേ ഉള്ളൂ. അത് നോക്കട്ടെ, അത് പരിശോധിച്ച് നോക്കട്ടെ. ശരി, ഏതായാലും ഇതിൻ്റെ പരിശോധനയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് തഹസിൽദാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടതിനെ തുടർന്ന് ജില്ലാ കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെടുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഉടൻ തന്നെ ഒരു സംഘം അങ്ങോട്ട് തിരിക്കും, അവിടെ നിന്ന് പരിശോധനയും നടത്തും. വയനാട്ടിൽ നിന്ന് ക്യാമറാമാൻ അഖിലിനൊപ്പം S വിനേഷ് കുമാർ, ന്യൂസ് 18. അതെന്തായാലും നമ്മുടെ വാർത്തയുടെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ്. നമ്മൾ ഇന്നലെ വാർത്ത കൊടുക്കുന്നു, ഇന്ന് പരിശോധനയ്ക്ക് ആളുകൾ എത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെയുള്ള മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാകും എന്നുള്ളതാണ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി 3 ആഴ്ച കഴിയുമ്പോഴും 119 പേർ കാണാമറയത്താണ്. തെരച്ചിൽ ഭാഗികമായി അവസാനിപ്പിച്ചെങ്കിലും മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ശുചീകരണ പ്രവർത്തനം നടക്കുകയാണ്. വിനേഷ് കുമാർ അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും. എന്തായാലും അവിടെ തെരച്ചിൽ ഭാഗികമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഭാഗികമായി അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോഴും എത്രയോ ആളുകൾ ഇപ്പോഴും കാണാമറയത്താണുള്ളത്. അവരെവിടെയെന്നുള്ളത് അറിയില്ല. ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ അവർ വലിയ സങ്കടത്തിൽ തന്നെയാണുള്ളത്. വിനേഷിലേക്ക് പോകാം. വിനേഷ്, പുതുതായി അറിയാൻ സാധിച്ചത് ഈ ക്യാമ്പുകളിലുള്ള ആളുകൾ തങ്ങളുടെ വീടുകളിലേക്ക്, ചിലരെങ്കിലും വീടുകളിലേക്ക് മാറുന്നു എന്ന വിവരങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വിനേഷ്, ബാക്കി കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആ തെരച്ചിൽ ഏറെക്കുറെ ഭാഗികമായി അവസാനിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും. കാരണം ഇപ്പോൾ ചിലയിടങ്ങളിൽ മാത്രമാണ് തെരച്ചിൽ നടക്കുന്നത്. വലിയ സന്നാഹങ്ങളോട് കൂടിയുള്ള തെരച്ചിലില്ല, ഒറ്റപ്പെട്ട തെരച്ചിലുകൾ മാത്രമാണുള്ളത്. JCB മറ്റും ഉപയോഗിച്ചുകൊണ്ട് അവിടെയായി മണ്ണുകൾ നീക്കുന്നതും മറ്റും മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. പിന്നെ ആളുകൾ, അതായത് ഇവിടെ നിന്ന് മാറിപ്പോയവർ, ആ സമയത്ത് ദുരന്ത മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് മാറിപ്പോയ കുറച്ച് കുടുംബങ്ങളെങ്കിലും ഉണ്ട്. അവർ തിരിച്ചു വരുന്നുണ്ട്. അവരുടെ വീടുകളിലും മറ്റുമുള്ള സാധനങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ ഈ ചൂരൽമല അങ്ങാടിയിൽ കുറച്ച് കടകളും മറ്റും അവശേഷിക്കുന്നുണ്ട്. ആ ചെറുപട്ടണത്തിലെ അവിടെ ആളുകൾ ശുചീകരണ പ്രവർത്തനങ്ങൾ, അവരുടെ വ്യാപാരികളും മറ്റും എത്തി ശുചീകരണ പ്രവർത്തനങ്ങൾ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടു കൂടി ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഇനിയും ലഭിക്കാനുള്ളത് 119 പേരെയാണ്. 119 പേരെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ മൃതദേഹങ്ങളോ ശരീരാവശിഷ്ടങ്ങളോ കണ്ടെത്തിയിട്ടില്ല. അതായത് ഓഗസ്റ്റ് 14 വരെയുള്ള DNA പരിശോധന കണക്ക് ഫലം അനുസരിച്ചാണ് ഇനി 119 പേരെ കണ്ടെത്താനുള്ളത്. ബാക്കിയുള്ള ശരീരാവശിഷ്ടങ്ങളും അതുപോലെ തന്നെ മൃതദേഹങ്ങളും കൃത്യമായി തന്നെ പരിശോധിച്ചതിൻ്റെ ഫലമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇനി 119 പേർ ഔദ്യോഗികമായി കണ്ടെത്താനുള്ള കണക്ക് മാത്രമാണ്. ഒരു പക്ഷേ അനൗദ്യോഗികമായിട്ട് അതിൽ കൂടുതൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ തോട്ടമേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഇവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ പ്രദേശത്ത് തന്നെ അവരെ പുനരധിവസിപ്പിക്കണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടൗൺഷിപ്പുകൾ സ്ഥാപിക്കപ്പെടേണ്ടതുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇന്നലെ നമ്മൾ വ്യാപാരികളുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അവിടെ തന്നെ
ചൂരൽമല അങ്ങാടി തന്നെ റീകൺസ്ട്രക്ട് ചെയ്യണം, അത് പുനർനിർമ്മിക്കപ്പെടണം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടത് അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അവർ പറയുന്നത്. എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളത് കണ്ടറിയണം. കാരണം അവിടെ ഇനി ആളുകളില്ല, നിലവിലുള്ള ആളുകളെല്ലാം തന്നെ അവിടുന്ന് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നു. പുഞ്ചിരിമട്ടത്തെ ഒരു ഭാഗത്ത് മാത്രമാണ് പൊട്ടലുണ്ടായിട്ടുള്ളത്. ഈ പലയിടങ്ങളിലും വിള്ളലുണ്ട് എന്നുള്ളത് ഉൾപ്പെടെയുള്ള അതാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും ഇനിയും ഇതുപോലെ തന്നെ ശക്തമായ മഴ ലഭിക്കുന്ന പക്ഷം ഇനിയും ഈ ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി ദുരന്ത സാധ്യതയുള്ളൊരു സ്ഥലം എന്നുള്ള രീതിയിൽ അവിടെ ഇനി ആളുകളെ അവിടെ ഇനി ജനവാസയോഗ്യമല്ല എന്നുള്ളൊരു നിലപാടിലേക്ക് സർക്കാർ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വരികയാണെങ്കിൽ ചൂരൽമലയിൽ തന്നെ ഈ വെള്ളാർമല വില്ലേജിൽ തന്നെ വരുന്ന ഒരു സ്ഥലത്ത് ഈ പ്രകൃതി ദുരന്ത സാധ്യത ഇല്ലാത്ത സ്ഥലത്തൊരു ടൗൺഷിപ്പ് സ്ഥാപിക്കുക, അതിനാവശ്യമായ ഭൂമി കണ്ടെത്തുക, അവിടെ പള്ളിയും അതുപോലെ തന്നെ അമ്പലവും മറ്റുള്ള ചർച്ചും സ്കൂളുകളും മറ്റും സ്ഥാപിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ആളുകൾക്ക് വീടുകൾ സ്ഥാപിക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ ഒരു തുക കേന്ദ്രത്തിൻ്റെ സഹായം തന്നെയാണ് പ്രധാനമായും പ്രതീക്ഷിക്കുന്നത്. അത് എത്രത്തോളം ലഭിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യവുമാണ്. ഒപ്പം തന്നെ ഈ ആളുകൾ ഇപ്പോൾ വാടക വീടുകളിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉള്ള ആളുകൾ 3 പഞ്ചായത്തുകളിൽ, അതായത് ഈ മേപ്പാടി പഞ്ചായത്തിലും അമ്പലവയൽ പഞ്ചായത്ത് അതുപോലെ മൂപ്പനാട് പഞ്ചായത്തിലെ പല ഭാഗങ്ങളിലും വാടക വീടുകളിലേക്ക് മാറുന്നുണ്ട്. അതിന് ആളുകളുടെ സന്നദ്ധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു സഹായം കൂടി ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഇത് തുടർന്നു പോകും. പക്ഷേ പുനരധിവാസ പ്രക്രിയ അത് ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടി വരും. 2-3 വർഷം കൊണ്ട് മാത്രമേ അത് പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. വിനേഷ്, നമുക്കിപ്പോൾ ക്യാമ്പിൽ കഴിയുന്നവരുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് കൂടി നമ്മൾ പോകണമല്ലോ. നമ്മൾ അവർക്കൊപ്പമുണ്ട് എന്ന് പറയുമ്പോൾ അതുകൂടി നമ്മൾ സംസാരിക്കണം. അവർക്ക് വേണ്ടിയുള്ള കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ, ഒരു കുടുംബത്തിലെ ഒരാൾ മാത്രം അവശേഷിക്കുന്ന അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് കൂടുതൽ ആളുകളും അവരുടെ മറ്റ് ബന്ധുക്കൾക്കൊപ്പം ഒക്കെ പോയെങ്കിലും ക്യാമ്പിൽ കഴിയുന്നവർക്കായുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് ഏത് രീതിയിലാണ് നടക്കുന്നത്? ഒപ്പം അവർക്കായുള്ള സഹായം അവിടേക്ക് ഇപ്പോഴും എത്തുന്നുണ്ടോ? ശ്രുതി, കൃത്യമായി കൗൺസിലിംഗ് നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടിട്ട് അച്ഛനും അമ്മയും സഹോദരിയും നഷ്ടപ്പെട്ടു ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞു മാത്രം അവശേഷിക്കുന്ന വളരെ ദുഃഖകരമായ അവസ്ഥയൊക്കെ നമുക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കാണാൻ കഴിഞ്ഞതാണ്. അതായത് അച്ഛനും അമ്മയും സഹോദരിയും നഷ്ടപ്പെട്ടിട്ട് സഹോദരിയുടെ മൃതദേഹം ലഭിച്ചപ്പോൾ ഇതെൻ്റെ സഹോദരി അല്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ഒരു യുവാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മനുഷ്യന്മാരെ നമുക്ക് അവിടുന്ന് കാണാൻ കഴിഞ്ഞു. കാരണം മക്കൾ പോയി രക്ഷപ്പെട്ട അച്ഛനമ്മമാർ, അതുപോലെ തന്നെ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട മക്കൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ കൃത്യമായ കൗൺസിലിംഗ് കുറഞ്ഞ ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ തന്നെ അവർക്ക് കൗൺസിലിംഗ് നൽകേണ്ടതുണ്ട്. ഇപ്പോൾ കൗൺസിലിംഗ് കൃത്യമായി നൽകുന്നുണ്ട്. അവരൊന്നും ഇപ്പോഴും പഴയ ജീവിതത്തിലേക്കും ആ ഓർമ്മകളിലേക്കും ഒന്നും തിരിച്ചു വരാത്ത രീതിയിലേക്കുള്ള ബുദ്ധിമുട്ടിൽ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളുണ്ട്, 3 വയസ്സും 4 വയസ്സും 5 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, മാതാപിതാക്കൾ മരിച്ചു. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ കൺമുമ്പിൽ ഒഴുകിപ്പോകുന്നത് കണ്ട ആളുകളൊക്കെ ഉണ്ട്. കൺമുമ്പിൽ ആ കുത്തി ഒഴുകി വരുന്ന വെള്ളത്തിൽ കുഞ്ഞു മക്കൾ ഒഴുകിപ്പോകുന്നതൊക്കെ കണ്ട് മാനസികമായി തകർന്നുപോയ മനുഷ്യന്മാരുണ്ട്. അത്തരത്തിലുള്ള ആളുകളൊക്കെ ഇനി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് അവർക്കൊപ്പം നിൽക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. നമ്മുടെ സംവിധാനങ്ങളും അവർക്കൊപ്പം എക്കാലവും നിൽക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട്. എന്തായാലും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ ധനസഹായങ്ങൾ ലഭ്യമാകുന്നുണ്ട്. കൃത്യമായി തന്നെ തുണിത്തരങ്ങളും മറ്റ് സാധനങ്ങളും എല്ലാം തന്നെ. ഒപ്പം തന്നെ ഈ വാടക വീടുകളിലേക്ക് മാറുന്ന ആളുകൾക്ക് കൃത്യമായി ഈ യൂസ്ഡ് ആയിട്ടുള്ള ഫർണിച്ചറുകളും മറ്റും സംഘടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ചില സംഘടനകൾ ഇടപെട്ട്. അങ്ങനെ മാറുന്ന ആളുകൾക്ക് എല്ലാം നഷ്ടപ്പെട്ടവരാണ്. ഉടുതുണി മാത്രമാണ് അവർക്ക് ആകെ ഉണ്ടായിരുന്നത് ക്യാമ്പിലേക്ക് വരുമ്പോൾ. ബാക്കി എല്ലാം നഷ്ടപ്പെട്ടവർ, മൊബൈൽ ഫോൺ പോലും കയ്യിലില്ലാതെ ആയിപ്പോയ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായ മൊബൈൽ ഫോണും അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങളും എല്ലാം തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ഇടപെട്ടുകൊണ്ട് അവരെ വാടക വീട്ടിലേക്ക് പോകുമ്പോൾ അതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എത്ര കാലം വാടക വീട്ടിൽ 6000 രൂപ വാടക ലഭിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഒപ്പം തന്നെ ഈ ദുരന്തത്തിന് ഇരയായവർക്ക് സർക്കാരിൻ്റെ 10,000 രൂപ ധനസഹായം എത്തിയിട്ടുണ്ട്. ഒരു ഇടക്കാല ആശ്വാസം എന്നുള്ള രീതിയിൽ അത് ഉപയോഗിക്കാം. അതിൽ നിന്നാണ് നമുക്കറിയാം, ഇന്നലെയൊക്കെ വലിയ സമരങ്ങൾ നടന്നു. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ റീജിയണൽ ഓഫീസിലേക്ക് യുവജന സംഘടനകൾ വലിയ തോതിൽ മാർച്ച് നടത്തി. കാരണം ആ ധനസഹായത്തിൽ നിന്ന് പോലും കൈയിട്ട് വാരുന്ന അവസ്ഥയിലേക്ക് ബാങ്കുകൾ EMI പിടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. കാരണം ബാങ്കുകൾ സംസ്ഥാന സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ട് പോലും ബാങ്കുകൾ 6 മാസത്തേക്കെങ്കിലും മൊറട്ടോറിയം നിലനിൽക്കേണ്ടതുണ്ട്. അതെല്ലാം മറികടന്നുകൊണ്ടാണ് EMI പിടിച്ചത്. ആ പണം തിരികെ നൽകാം, ബുധനാഴ്ചയ്ക്കകം മുഴുവൻ ആളുകൾക്കും പണം തിരികെ നൽകാം എന്ന് തന്നെ ബാങ്ക് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഇന്നലെ സമരം അവസാനിപ്പിച്ചത്. ഇനിയും അത്തരത്തിൽ ബജാജ് ഫിനാൻസ് പോലുള്ള സംഘടനയ്ക്ക് മുമ്പിൽ AIYF സമരം നടത്തിയിരുന്നു. ഇത്തരത്തിലുള്ള ഫൈനാൻസ് സ്ഥാപനങ്ങൾക്കെതിരെ ഇനിയും ആളുകളുടെ ഈ ദുരന്തത്തിന് ഇരയായ ആളുകളെ ഏതെങ്കിലും രീതിയിൽ അവരെ ചൂഷണം ചെയ്യുകയാണെങ്കിൽ
അത്തരത്തിലുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് യുവജന സംഘടനകളുടെ ഉൾപ്പെടെയുള്ള തീരുമാനം. എന്തായാലും ആ ധനസഹായം ഒരു 10,000 രൂപയുടെ ഇടക്കാല ആശ്വാസം എന്നുള്ള രീതിയിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വാടക എല്ലാ മാസവും 6,000 രൂപ വീതം അവരുടെ അക്കൗണ്ടുകളിലേക്ക് സർക്കാർ നിക്ഷേപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി അതുമായി ജില്ലാ കളക്ടറുമായി ഉൾപ്പെടെ ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഈ വാടക വീട്ടിലേക്ക് മാറുന്ന ഒരു നടപടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അത് വരും ദിവസങ്ങളിൽ ഒരു 10 ദിവസത്തിനകം തന്നെ ബാക്കിയുള്ളവരെ കൂടി ഈ വാടക വീടുകളിലേക്ക് മാറ്റുന്ന ഉൾപ്പെടെയുള്ള നടപടി പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ജില്ലാ ഭരണകൂടം. ശരി വിനീഷ്, അതുപോലെ ഈ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ DNA പരിശോധന നടത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു. അതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ എന്തെങ്കിലും പുരോഗതിയെക്കുറിച്ച് വിവരങ്ങളുണ്ടോ നമുക്ക്? DNA ഫലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ നമുക്ക് വന്നിരിക്കുന്ന കണക്കാണ് ഇപ്പോൾ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ഇനി 119 ആളുകളെ കൂടിയാണ് തിരിച്ചറിയാനുള്ളത്, കണ്ടെത്താനുള്ളത്. അവരുടെ മൃതദേഹങ്ങളോ അല്ലെങ്കിൽ അവരുടെ ശരീരാവശിഷ്ടങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. അവരിപ്പോഴും കാണാമറയത്താണ്. എന്തായാലും അത്തരത്തിലുള്ള തെരച്ചിൽ ഭാഗികമായി നിർത്തി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഊർജിതമായൊരു തെരച്ചിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. കഴിഞ്ഞ ദിവസമൊക്കെല്ലാം തെരച്ചിലിൽ കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങൾ പൂർണ്ണമായും അഴുകിയ നിലയിലും അല്ലെങ്കിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്, അസ്ഥികൂടമായിട്ടുണ്ട് മനുഷ്യൻ്റെ. ആ രീതിയിലേക്ക് ആളെ തിരിച്ചറിയുക. പിന്നെ DNA അവിടെ കൃത്യമായി തന്നെ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെ മുടിയോ മറ്റോ നിന്നാണ് DNA പരിശോധന നടത്തുന്നത്. അതിൽ ആളെ തിരിച്ചറിയുന്നതും അത്തരത്തിലാണ്. അങ്ങനെയുള്ള ശാസ്ത്രീയ പരിശോധനകൾ നടക്കുന്നുണ്ട്. എന്തായാലും ആ 119 ആളെ ഈ കുറേ ശരീരാവശിഷ്ടങ്ങൾ മറവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ അതിൻ്റെ DNA പരിശോധിച്ചിട്ടുണ്ട്. ആ DNA പരിശോധിച്ചതിൻ്റെ ഇതുവരെയുള്ള ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇനി 119 പേരെ കണ്ടെത്താനുണ്ട്. അതിൻ്റെ യാതൊരു ഇതും ഇതുവരെയും ലഭിച്ചിട്ടില്ല. കാരണം ചൂരൽമലയിലും മുണ്ടക്കയിലും ഒന്നും ഇനി പരമാവധി തെരച്ചിൽ പൂർത്തിയാക്കിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഭാഗികമായി മാത്രമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തെരച്ചിൽ നടക്കുന്നത്. അപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും ലഭിച്ചിരിക്കുന്നത് ചാലിയാർപ്പുഴയുടെ തീരത്താണ്. അതായത് നിലമ്പൂർ വനാന്തര ഭാഗങ്ങളിൽ നിന്നാണ്. ആ ഭാഗങ്ങളിലുള്ള തെരച്ചിലുണ്ട്. പക്ഷേ അതും ഭാഗികമായി തന്നെ നടക്കുന്നുള്ളൂ. വിനീഷ്, നമ്മൾ ഇന്നലെ വലിയ ആശങ്കയിൽ ആദ്യം കൊടുത്ത വാർത്തയാണ് ചെമ്പ്രമലയിലെ ആ വിള്ളൽ. അതിലിപ്പോൾ നടപടി ഉണ്ടാകുന്നു. പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് റവന്യൂ വകുപ്പ് എന്നറിയുന്നു. എന്താണ് നമുക്കത് സംബന്ധിച്ച് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്? അശ്വതി, ചെമ്പ്രമലയിലുള്ളത് വലിയൊരു വിള്ളൽ തന്നെയാണ്. വൻതോതിൽ വിള്ളലുണ്ടായിട്ടുണ്ട്. അതിഭീകരമായ രീതിയിൽ തന്നെ. ഒരുപക്ഷേ ചൂരൽമലയേക്കാളും അതുപോലെ തന്നെ മുണ്ടക്കയിലും ഉണ്ടായ ദുരന്തത്തേക്കാൾ വലിയ ദുരന്തത്തിന് സാധ്യതയുള്ളൊരു സ്ഥലം കൂടിയാണ്. മാത്രമല്ല അവിടെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കുന്നമംഗലം വയൽ എന്ന പ്രദേശത്ത് ഭൂമി ഇടിഞ്ഞു താഴുന്ന സോയിൽ ക്രീപ്പിംഗ് പ്രതിഭാസവും അതുപോലെ തന്നെ സോയിൽ പൈപ്പിംഗ് പ്രതിഭാസവും കണ്ടെത്തിയതാണ്. അതുകൊണ്ട് തന്നെ ജനവാസയോഗ്യമല്ല എന്ന് അന്ന് സെൻറ്റർ ഫോർ എർത്ത് ആൻഡ് സയൻസ് സ്റ്റഡീസിൻ്റെ റിപ്പോർട്ടെല്ലാം പുറത്തു വന്ന് നമുക്ക് ഓർക്കാം. അതിൻ്റെ തൊട്ട് മുകളിലാണ് വലിയ തോതിൽ ഈ ഫാത്തിമ പ്ലാന്റേഷൻ എന്ന് പറയുന്ന സ്വകാര്യ എസ്റ്റേറ്റിൻ്റെ അകത്താണ് വലിയ തോതിൽ വിള്ളലും ആ വിള്ളലിലൂടെ വെള്ളം ഒഴുകി വരുന്നതാണെന്ന ദൃശ്യങ്ങൾ സഹിതമാണ് നമ്മൾ പുറത്തുവിട്ടത്. ഇതേ തുടർന്നാണ് ഈ ജില്ലാ കലക്ടർ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് പരിശോധന നടത്തി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലാ കലക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് തഹസിൽദാരെ നമ്മൾ കണ്ടിരുന്നു. തഹസിൽദാർ പറയുന്നത് ഇന്ന് തന്നെ അതിൻ്റെ ഒരു ഒരു തീരുമാനത്തിലേക്ക് എത്തും. അവിടെ കൃത്യമായി പരിശോധന നടത്തും. അതിന് ജിയോളജിയുടെ സഹായം തേടും. ഇന്ന് തന്നെ സംഘം പോവും. കൃത്യമായി അതിൻ്റെ വില്ലേജ് ഓഫീസറിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മേപ്പാടി വില്ലേജ് ഓഫീസർ പോയി സ്ഥലത്ത് പരിശോധന നടത്തിയ ശേഷം അത് പ്രകാരമായിരിക്കും നടപടി. ഒപ്പം തന്നെ അവിടുത്തെ ആളുകളെ പരമാവധി ആ പ്രദേശങ്ങളിലുള്ള ആളുകളെ റീലൊക്കേറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശുപാർശ ചെയ്യും. ഈ കുന്നമംഗലം വയലിലെ ഈ പ്രതിഭാസം സംബന്ധിച്ചൊന്നും തഹസിൽദാർക്ക് വലിയ ധാരണയില്ല. എങ്കിലും അദ്ദേഹം അത് കൃത്യമായി തന്നെ ആ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷം വേണ്ട നടപടിയെടുക്കും എന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് റവന്യൂ സംഘം അങ്ങോട്ട് പോകുന്നുണ്ട്. ഒപ്പം തന്നെ ജിയോളജിയും അവിടെ പരിശോധന നടത്തുന്നുണ്ട്. വലിയ രീതിയിലുള്ള പൊട്ടൽ, വലിയ രീതിയിലുള്ള വിള്ളൽ അവിടെ പല ഭാഗങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. അത് എന്തായാലും നേരിട്ട് പരിശോധിക്കാനാണ് ഇന്ന് റവന്യൂ സംഘവും ജിയോളജി സംഘവും പോവുക. ശരി വിനേഷ്, എന്തായാലും ചെമ്പ്രമലയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉള്ളവർക്ക് ആ താഴെ താമസിക്കുന്ന ആളുകൾക്കൊക്കെ വലിയ ആശ്വാസം നമ്മൾ ഈ വാർത്ത കൊടുത്തതും അതിലൊരു ഇടപെടലുണ്ടായി എന്നുള്ളതും. എന്തായാലും വിനേഷ് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇനി സംസ്ഥാനത്ത് 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. നാളെ ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. അപ്പോൾ കൃഷ്ണേന്ദു, അപ്പോൾ മഴ മുന്നറിയിപ്പ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. പ്രേക്ഷകരുടെ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കട്ടെ. നമുക്കിപ്പോൾ ഒരു ചെറിയ ഇടവേള എടുത്ത ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം. ഇടവേള.
വലിയ റിസ്ക് ആണെന്ന് നടിമാർക്ക് കമ്മീഷന് മുമ്പാകെ തുറന്നു പറയേണ്ടി വരുന്നു. അത് പലപ്പോഴും ഈ മൊഴി നൽകുമ്പോൾ പോലും അവർ ആ ഭയത്താലാണ് കമ്മീഷന് മുമ്പാകെ മൊഴി നൽകാൻ പോലും ഇരുന്നത്. മോശമായ അനുഭവം ഉണ്ടായ ഒരു നടനിൽ നിന്ന് മോശമായ അനുഭവം ഉണ്ടായതിൻ്റെ പിറ്റേന്ന് അയാളുടെ ഭാര്യയായി അഭിനയിക്കേണ്ട സാഹചര്യം ഉണ്ടായ ഒരു നടി കരഞ്ഞുകൊണ്ടാണ് ആ അനുഭവങ്ങൾ കമ്മീഷന് മുമ്പാകെ വിവരിച്ചത്. തലേദിവസത്തെ മോശം അനുഭവം മാനസികമായി തകർത്തതിനാൽ ഒരു ഷോട്ട് എടുക്കുന്നതിന് 17 റീടേക്കുകൾ വേണ്ടി വന്നുവെന്ന് ആ നടി കമ്മീഷനോട് മോർണിംഗ് വൈബ്സിലേക്ക് വീണ്ടും സ്വാഗതം. കർണാടകയിലെ ഷിരൂരിൽ തെരച്ചിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ കർണാടക മുഖ്യമന്ത്രിയെ കാണാനൊരുങ്ങി അർജുന്റെ കുടുംബം. ഗോവയിൽ നിന്നുള്ള ഡ്രെഡ്ജർ എത്തിക്കുന്നത് വൈകുന്നതിനെ തുടർന്നാണ് തീരുമാനം. ഈശ്വർ മാൽപേയ്ക്ക് സ്വന്തം നിലയിൽ തെരച്ചിൽ നടത്താൻ അനുമതി നൽകണമെന്നും കുടുംബം ആവശ്യപ്പെടും. ഇനി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കർണാടക മുഖ്യമന്ത്രിയെ കാണാനുള്ള ഒരു നീക്കം ഞങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും തുടർ നടപടികൾ പെട്ടെന്ന് തന്നെ സ്വീകരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷയും നൽകുകയും അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്യും. അതിനുള്ളൊരു അപ്പോയിന്റ്മെന്റ് ഞങ്ങൾ നോക്കുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെടാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. കെ വി ബൈജു വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, ഗുഡ് മോർണിംഗ്. അർജുനെ കണ്ടെത്തുക എന്നുള്ളത് ഇപ്പോൾ അർജുന്റെ കുടുംബത്തെയും സംബന്ധിച്ചിടത്തോളം, ഒപ്പം അർജുന്റെ കുടുംബത്തെ കാണാൻ ഇന്നലെ ഈശ്വർ മൽപെ എത്തിയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ആത്മവിശ്വാസം കൂടുതൽ അവരിലേക്ക് വരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ എനിക്കതിന് സാധിക്കുമെന്ന് മൽപെ പറഞ്ഞിട്ടുണ്ടാകുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ നീക്കി സ്വതന്ത്രമായി തിരയാനുള്ള ഒരു അവസരം മൽപയ്ക്ക് കൊടുക്കണം എന്നതാണ് ഇപ്പോൾ കുടുംബം ആവശ്യപ്പെടുന്നത്. അതിന് ആയി മുഖ്യമന്ത്രിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം, അല്ലെ? തീർച്ചയായും അശ്വതി കൃഷ്ണേന്ദു, ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ഡ്രെഡ്ജർ കൊണ്ടുവരുന്നത് സംബന്ധിച്ച് അനിശ്ചിതത്വം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ നീളുമെന്നൊരു സൂചന കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നു. അതാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഒപ്പം DK ശിവകുമാർ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെയും കാണാൻ കുടുംബം ഒരുങ്ങുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും ഇവർ ആവശ്യപ്പെടുന്നത് സ്വന്തം നിലയിൽ സ്വതന്ത്രമായി ഇത്തരത്തിൽ തെരച്ചിൽ നടത്താൻ അനുമതി നൽകണമാണ്. കാരണം കഴിഞ്ഞ ദിവസം മാൽപെ ഇവിടെ തെരച്ചിൽ നടത്താനായി സ്വന്തം ഉത്തരവാദിത്തത്തിൽ തെരച്ചിൽ നടത്താനായി ഇറങ്ങിയപ്പോൾ പോലീസ് തടയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത് മാത്രമല്ല അദ്ദേഹത്തിനെതിരെ കേസെടുക്കുമെന്ന തരത്തിലൊക്കെ പോലീസ് അത്തരത്തിൽ ഭീഷണി മുഴക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാലും മാൽപെ ഈ കുടുംബത്തെ സന്ദർശിച്ചപ്പോൾ വളരെ പ്രധാനമായും മാൽപെ പറഞ്ഞത് 10 ദിവസത്തിനകം ഈ അർജുന്റെ അവസാനമായി ഒരു നോക്കു കാണണമെന്ന കുടുംബത്തിന്റെ ആഗ്രഹം താൻ നിറവേറ്റുമെന്നാണ്. 1 മാസത്തോളമായി താൻ വീട്ടിൽ പോകാതെ ഈ അങ്കോളയിൽ തന്നെ ഇതിനായി തുടരുന്നു. അതുകൊണ്ട് ഈ തെരച്ചിലിന് അനുമതി ലഭിച്ചാൽ മറ്റു കാര്യങ്ങൾ അത്രയും പെട്ടെന്ന് സാധിക്കും. കാരണം വളരെ അരികിൽ താൻ എത്തിയിരിക്കുന്നു, അർജുന്റെ അരികിൽ എത്തിയിരിക്കുന്നു. അത്തരത്തിൽ ലോറിയുടെ വസ്തുക്കളൊക്കെ കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ആ ഘട്ടത്തിലാണ് തെരച്ചിൽ നിർത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. ഏതായാലും ഏറെ വൈകാരികമായ രംഗമായിരുന്നു ആ മൽപെ അവിടെ എത്തിയപ്പോൾ ഉണ്ടായിരുന്നത്. ആ അമ്മ പൊട്ടിക്കരയുകയായിരുന്നു ഇത്തരത്തിൽ ഈ മാൽപെക്ക് മുന്നിൽ. കാരണം മാൽപെയെ ഈ തെരച്ചിൽ നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചതിന്റെ കുടുംബമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രധാനമായും മാൽപെയുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ഈ തെരച്ചിലൊക്കെ നടത്തിയിരുന്നത്. ഇനി വേണ്ടത് കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ. അത് കേരളത്തിൽ നിന്നുള്ള പല കമ്പനികളും ഇത്തരത്തിൽ വാഗ്ദാനം നൽകിയിരിക്കുന്നു. അതൊക്കെ അവിടെ എത്തിച്ച് തെരച്ചിൽ നടത്തണമെങ്കിൽ കർണാടക സർക്കാരിന് അനുമതി നൽകണം. ഇതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് സിദ്ധരാമയ്യയും അതുപോലെ തന്നെ DK ശിവകുമാറിനെയും നേരിട്ട് കണ്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇതിന് അനുകൂലമായ ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ കുടുംബം ഇപ്പോൾ വെച്ചു പുലർത്തുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനം ജില്ലാ ഭരണകൂടം ഈ കാര്യത്തിൽ കൈയൊഴിഞ്ഞ ഒരു അവസ്ഥയാണ്. കാരണം ഇത്രത്തോളം വലിയ രൂപ, അതായത് 1 കോടിയോളം രൂപ ചെലവ് വരുന്ന യന്ത്രം കൊണ്ടുവരുന്നതിൽ പരിമിതിയുണ്ടെന്ന് നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ഇതിന് തീരുമാനം വരേണ്ടത്. ഇന്നലെ ചേർന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തീരുമാനം ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല സാങ്കേതിക വിദഗ്ധർ, ഈ ഡ്രെഡ്ജർ കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധർ സ്ഥലത്തെത്തും പരിശോധന നടത്തുമൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതെല്ലാം അനിശ്ചിതത്വം തുടരുന്നു. ഏതായാലും വ്യാഴാഴ്ചയാണ് ഏറ്റവും അവസാനമായി കുടുംബത്തിന് നൽകിയിരിക്കുന്ന ഒരു സമയം. വ്യാഴാഴ്ച തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന ഉറപ്പാണ് നൽകിയിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് തുടരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് കുടുംബം ആശങ്കപ്പെടുന്നത്. ഇനി ഓരോ ദിവസം വൈകുന്തോറും ഇതിന് ഒരു ഉത്തരം ലഭിക്കാത്ത സാഹചര്യം വരും. 3 പേരെ കണ്ടെത്താനുണ്ട്. കന്നഡിഗരായ 2 പേരുണ്ട്, ലോകേഷും ജഗന്നാഥും. അവരെയും കണ്ടെത്തണമെന്ന ആവശ്യം, ആ സമ്മർദ്ദം ശക്തമായി വരുന്നുണ്ട്. അവരുടെ കുടുംബം അവിടെ പ്രതിഷേധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഏതായാലും
ഇക്കാര്യത്തിൽ കർണാടക സർക്കാരാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. ഇതിൽ ഏറ്റവും നേരത്തെ സൂചിപ്പിച്ചത് പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ ഈ ഡ്രഡ്ജർ എത്തിച്ച് സർക്കാർ സംവിധാനങ്ങളോടുകൂടിയുള്ള തിരച്ചിൽ നടത്തുക, അതല്ലെങ്കിൽ സ്വതന്ത്രമായി ഈ കുടുംബത്തെ, അതായത് കേരളത്തിൽ നിന്നുള്ള നിരവധി ആളുകൾ ഇത്തരത്തിൽ ഈ തെരച്ചിൽ നടത്താൻ സന്നദ്ധമായി രംഗത്ത് വന്നിട്ടുണ്ട്, അവർക്ക് അതിനുള്ള അനുമതി നൽകുക, പ്രത്യേകിച്ച് ഈശ്വർ മൽപ്പയ്ക്ക് അതിനുള്ള അനുമതി നൽകുക എന്ന ആവശ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത്. അതിൽ അനുകൂലമായ നിലപാടുണ്ടാകുന്ന ഒരു പ്രതീക്ഷയുണ്ട്. KC വേണുഗോപാലുമായി ഇത് സംബന്ധിച്ച് ഇവർ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചെന്നാണ് കുടുംബം പറയുന്നത്. ആ ഒരു അവസാന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കുടുംബം ഉള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ, അതായത് അടുത്ത ആഴ്ചയോടെയെങ്കിലും തെരച്ചിൽ തുടരാൻ സാധിക്കും എന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഈ ആഴ്ച ഏതായാലും തെരച്ചിൽ തുടരാനുള്ള സാധ്യതയില്ല. കാരണം ഈ ഡ്രഡ്ജർ എത്തിക്കുന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു തീരുമാനവും കൈക്കൊണ്ടിട്ടില്ല. അത് കരമാർഗം എത്തിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയാണ്. അങ്ങനെയാണെങ്കിൽ കടൽ മാർഗമാണ് ഇത് എത്തിക്കേണ്ടത്. അതിനുള്ള ഒരുക്കങ്ങളോ അതിനുള്ള പരിശോധനകളോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ഏത് രീതിയിൽ ഇനി തെരച്ചിൽ നടത്തണമെന്ന ഒരു ആശങ്ക, ഈ അനിശ്ചിതത്വം കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും ഈ അനുകൂലമായ ഒരു നിലപാട്, ആ തീരുമാനം പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ കുടുംബം ഇപ്പോൾ നിൽക്കുന്നത്. ബൈജു, അതുപോലെ ഈ മാൽപേ ഇന്നലെ കോഴിക്കോട് അർജുന്റെ വീട് സന്ദർശിച്ചിരുന്നു. അപ്പോൾ എത്ര നേരം അവിടെ ചെലവഴിച്ചു? അമ്മയെ കണ്ടോ? എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? എത്രത്തോളം വൈകാരികമായിരുന്നു ആ ഒരു കൂടിക്കാഴ്ച? തീർച്ചയായും വളരെ വൈകാരികമായ രംഗത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. ഇന്നലെ ഉച്ചയോട് കൂടിയാണ് മാൽപേ 1:30 കൂടിയാണ് ഈ വീട്ടിലെത്തിയത്. അമ്മയെ കാണാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത്രയും ദൂരത്ത് നിന്നും അദ്ദേഹത്തിന്റെ സംഘങ്ങളൊപ്പം എത്തിയത്. അമ്മ പൊട്ടിക്കരയുന്ന, ഈശ്വർ മാൽപയ്ക്ക് മുന്നിൽ പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അത് മാത്രമല്ല, ഈ ഈശ്വർ മാൽപ കുടുംബത്തിന് നൽകിയ, അമ്മയ്ക്ക് നൽകിയ ഉറപ്പ്, മകനെ തിരിച്ച് താൻ അവസാനമായി ഒരു നോക്കു കാണാനെങ്കിലും എത്തിക്കും, അത് തന്റെ ശപഥമാണ് എന്നാണ് അതിനുശേഷം മാധ്യമപ്രവർത്തകർ കണ്ടപ്പോൾ മാൽപേ വ്യക്തമാക്കിയത്. അത്തരത്തിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ തെരച്ചിലിൽ മുന്നിട്ട് ഇറങ്ങുന്ന ഒരാളാണ് മാൽപേ. സ്വന്തം ജീവൻ പോലും പണയം വെച്ച്, ഒരുപക്ഷെ തുടക്കത്തിൽ 7 നോട്ട്സ് ഒക്കെ വേഗത അടിയൊഴുക്കിനുണ്ടാകുമ്പോൾ പോലും തെരച്ചിൽ നടത്തിയ ഒരാളാണ് ഈശ്വർ മാൽപേ. കുടുംബത്തിന്റെ ആവശ്യപ്രകാരമായിരുന്നു മാൽപേ അവിടെ എത്തിയിരുന്നതും. അത് രാവിലെ 7 മണിക്ക് തെരച്ചിൽ തുടർന്നാൽ രാത്രി വൈകിട്ട് 7 മണി ഏറെ വൈകുവോളം തെരച്ചിൽ നടത്തുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ ശിരൂരിൽ നിന്ന് കണ്ടതാണ്. അദ്ദേഹം ഇപ്പോഴും പറയുന്നത്, ആ ആത്മവിശ്വാസം അദ്ദേഹം ഇപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട്. അത് അർജുനെ മാത്രമല്ല, കന്നഡികരായ 2 പേരുടെ, ആ ലക്ഷ്മണന്റെ ചായക്കടയുടെ തൊട്ടുപിറകിലായി ഇത്തരത്തിൽ കയറ് കിട്ടിയ ആ ഒരു സ്ഥലത്ത് അവിടെ അത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാവും. കാരണം അവിടെ കൂറ്റൻ മരങ്ങളൊക്കെ പതിച്ചിട്ടുണ്ട്. ആ മരങ്ങൾക്കിടയിൽ ഇവരെ കണ്ടെത്താനാകും എന്ന ഒരു പ്രതീക്ഷ പറയുന്നുണ്ട്. മാൽപയും കർണാടക സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച് തന്നെ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും വൈകാരികമായ ഒരു കാര്യം, മാൽപയുടെ സ്വന്തം മാതാവ് മരിച്ച് 30 ദിവസം പൂർത്തിയാകുന്നതേ ഉള്ളൂ, 30 ദിവസം ആയിട്ടില്ല. ആ സമയത്തും താൻ അർജുന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് നിറവേറ്റാനായി ഗംഗാവലി പുഴയിലിറങ്ങി. അപ്പോഴും കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വളരെ മോശമായ അവസ്ഥയാണ് തനിക്ക് നേരിടേണ്ടി വന്നത് എന്നൊക്കെ കൃത്യമായി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ടായത്. ഏതായാലും അദ്ദേഹം അമ്മയ്ക്ക് കൊടുത്ത ഉറപ്പ്, 10 ദിവസത്തിനകം താൻ ഈ കാര്യം, തന്റെ വാക്ക് താൻ പാലിക്കും, താൻ വീണ്ടും വരും ഈ വീട്ടിൽ, അത് അർജുനും ഉണ്ടായിരിക്കും. അവസാനമായി ആ വീട്ടുകാർക്ക് അർജുൻ എന്ത് സംഭവിച്ചു എന്ന ഒരു ചോദ്യം, അതൊക്കെ ശരി ബൈജു, എന്തായാലും നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നുകൂടി പോകണം. പ്രേക്ഷകർക്ക് എപ്പോഴും താല്പര്യമുള്ള വിഷയം തന്നെയാണ് അർജുനെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് അതിലേക്ക് വളരെ വേഗം എത്താം, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അവസ്ഥയുണ്ടായി. സ്ത്രീകൾ സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്നത് കലയോടുള്ള ആഭിമുഖ്യം കാരണമാണെന്ന വസ്തുത സിനിമാ മേഖലയിലെ പുരുഷന്മാർ മറക്കുന്നു. അവർക്കങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് നടിമാർ പരാതിപ്പെടുന്നു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്നാണ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് കേരളം ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. WCC എന്ന മലയാള സിനിമയിലെ വനിതാ സംഘടന പരാതിയുമായി മുഖ്യമന്ത്രിയെ സമീപിച്ചു. തുടർന്ന് 2017 സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹാര മാർഗം നിർദ്ദേശിക്കാനും ജസ്റ്റിസ് ഹേമ കമ്മീഷനെ പിണറായി സർക്കാർ ചുമതലപ്പെടുത്തിയത്. 2019 കമ്മിറ്റി റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടാണ് 5 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വെളിച്ചം കാണുന്നത്. നിരവധി നിയമ പോരാട്ടങ്ങൾ, നിയമ തടസ്സങ്ങളൊക്കെ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് പിന്നിൽ ഉണ്ടായിരുന്നു. ഒടുവിൽ കോടതി ഇടപെടുകയും വിവരാവകാശ കമ്മീഷൻ ഒരു ഉത്തരവിലൂടെ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതിനെതിരെയും കോടതി ആളുകൾ സമീപിച്ചു. അതിനെ തുടർന്ന് ഇന്നാണ് റിപ്പോർട്ട്
പുറത്തുവിട്ടത്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്കാണ് റിപ്പോർട്ട് ഇന്ന് സാംസ്കാരിക വകുപ്പ് കൈമാറിയത്. 66ഓളം പേജുകൾ ഒഴിവാക്കിയുള്ള റിപ്പോർട്ട്, അതായത് വ്യക്തികളുടെ പേരുകൾ പരാമർശിക്കുന്ന സ്വകാര്യത ഹനിക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട് പല നിർണായകമായ പേരുകളും തെളിവുകളും ഒഴിവാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇന്ന് പുറത്തുവിട്ടത്. അതുപോലും കേരളത്തെ ഞെട്ടിപ്പിക്കുന്നതാണ്, അതുപോലും കേരളത്തെ ലജ്ജിപ്പിക്കുന്നതാണ്. മലയാള സിനിമാ മേഖലയെ, സിനിമയിലെ നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന മലയാളികൾ ഒരുപക്ഷെ ഇനി അത്ര അധികം ആരാധനയോടെ അവരെ കാണുമോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായുള്ളത്. സിനിമാ മേഖലയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന, സിനിമാ മേഖലയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി ആദ്യത്തെ കോൾ മുതൽ നേരിടേണ്ടി വരുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അവരെ അഭിനയിക്കാൻ ക്ഷണിക്കുമ്പോൾ മുതൽ നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങൾ, ലൈംഗിക ആവശ്യങ്ങൾ ഓരോന്നും എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഈ ഹേമ കമ്മീഷൻ സർക്കാരിന് നൽകിയത്. അത്രയധികം ദുരനുഭവങ്ങൾ മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വരുന്നു. കാസ്റ്റിംഗ് കൗച്ച് എന്ന യാഥാർത്ഥ്യം തുറന്നു കാട്ടുന്നു ഈ റിപ്പോർട്ട്. സിനിമാ മേഖലയിലേക്ക് ഒരു പെൺകുട്ടിയെ ക്ഷണിക്കുമ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർമാർ മുതൽ പിന്നീട് മുതിർന്ന നിർമ്മാതാക്കളും സംവിധായകരും ഏറ്റവും ആരാധിക്കപ്പെടുന്ന താരങ്ങൾ ഉൾപ്പെടെയുള്ളവരും വളരെ അപമര്യാദയോടുകൂടി, ലൈംഗിക ലക്ഷ്യത്തോടുകൂടി, ലൈംഗിക താല്പര്യത്തോടുകൂടി പെൺകുട്ടികളെ സമീപിക്കുന്നു. സിനിമാ മേഖലയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ എല്ലാ ഇംഗിതങ്ങൾക്കും ആവശ്യങ്ങൾക്കും വഴങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് സിനിമാ മേഖലയിലെ സ്ത്രീകൾ, അത് സാങ്കേതിക വിദഗ്ധരാകട്ടെ അല്ലെങ്കിൽ അഭിനയ രംഗത്തേക്ക് വരുന്നവരാകട്ടെ, അവർ മാറുന്നു. സിനിമാ മേഖലയിൽ വളരെ ഉയർച്ചയിലേക്ക് പോയ നടിമാർ പോലും എല്ലാത്തിനും തയ്യാറായതുകൊണ്ടാണ്, വഴങ്ങിയതുകൊണ്ടാണ് അത്തരത്തിലേക്ക് എത്തിയത് എന്ന പൊതുധാരണ സിനിമാ മേഖലയിൽ ഉണ്ട്. മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. കൃഷ്ണൻ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഷിരൂരിലെ തെരച്ചിലിനെ സംബന്ധിച്ചാണ്. അപ്പോൾ എന്തായാലും അർജുന്റെ കുടുംബം മുഖ്യമന്ത്രിയെ കാണാനിരിക്കുകയാണ്, കർണാടക മുഖ്യമന്ത്രിയെ കാണാനിരിക്കുകയാണ്. സ്വന്തം നിലയിൽ അവർക്ക് തെരച്ചിൽ നടത്താനുള്ള അനുവാദം നൽകണം എന്നുള്ളതാണ്. മൽപ്പയാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ബൈജു തുടരുന്നുണ്ട്. ബൈജു, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരിപ്പോഴും കരുതുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് ആ പുഴയ്ക്കടിയിലുള്ള ആ മണ്ണ് നിറഞ്ഞ സ്ഥലത്ത് അവിടെ ലോറി ഉണ്ട് എന്നുള്ളതാണ്. അവിടെ വലിയ ആൽമരം അടക്കം അവിടെ ആ മണ്ണിനടിയിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് മാറ്റിയുള്ള പരിശോധന അതും കൂടി നടന്നാലല്ലേ നമുക്ക് അവിടെ പറയാൻ കഴിയുള്ളൂ അർജുൻ അവിടെ ഇല്ല, അല്ലെങ്കിൽ ഇനി തിരച്ചിലിനൊരു സാധ്യതയില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ആവശ്യം വളരെ അവർ പറയുന്ന കാര്യം അതിൽ കഴമ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ സമയത്ത് നമുക്ക് വ്യക്തമാകുന്നത്, അല്ലേ? തീർച്ചയായും മേജർ റിട്ടയർഡ് ഇന്ദ്രപാൽ അദ്ദേഹം കൃത്യമായി ശാസ്ത്രീയമായ പരിശോധനയിൽ ലോറിയുടെ ഭാഗം കണ്ടെത്തിയിരിക്കുന്നു. അത് കൃത്യമായ റഡാർ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഉള്ള പ്രതിസന്ധി എന്തെന്ന് വെച്ചാൽ ഈ കൂറ്റിന്റെ ആൽമരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലോറിയുടെ മുകളിലായി ഉണ്ട്. അതുകൂടാതെ വലിയ തോതിൽ പാറ കൂട്ടങ്ങളും ചെളിയും ഒക്കെ നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഡ്രഡ്ജർ, അത് ഏറ്റവും പ്രധാനമാണ്. ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് അതൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ലോറിക്കരികിലേക്ക് എത്താൻ പറ്റും. ഈശ്വർ മൽപ്പയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ആ ലോറി ആ രീതിയിൽ കണ്ടെത്തുക വളരെ പ്രയാസകരമാണ്. അത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഒരേ സമയത്ത് ഈ യന്ത്ര സംവിധാനങ്ങളും അതുപോലെ തന്നെ ഈശ്വർ മൽപ്പയുടെ സംഘവും ചേർന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ അർജുന്റെ അരികിലേക്ക് എത്താൻ പറ്റും, അർജുനെ കണ്ടെത്താൻ പറ്റും. അതിലേറ്റവും പ്രതീക്ഷ ഈ ക്യാബിനകത്ത് അർജുൻ ഉണ്ട് എന്ന ഏറ്റവും ആ തരത്തിലുള്ള രക്ഷാദൌത്യ സംഘങ്ങളുടെ ഒക്കെ പ്രതീക്ഷ അതാണ്. ആ ലോറി കണ്ടെത്തിയാൽ മാത്രമേ ഇതിനൊരു സ്ഥിരീകരണം ഉണ്ടാവും. അതിനൊപ്പം അതിന് സമീപമായുള്ള ആ മരങ്ങളും അതിനെ കൂട്ടങ്ങളും ഒക്കെ എടുത്തു മാറ്റിയാൽ അവിടെ 3 പേരെയും കണ്ടെത്താൻ കഴിയും അവരെ എന്ന ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈശ്വർ മൽപ്പയ്ക്ക് കേരള ജനം നൽകുന്ന പിന്തുണ എത്രത്തോളം വലുതാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോ കഴിഞ്ഞ ദിവസം ഇന്നലെ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ വീഡിയോ ഒന്ന് പരിശോധിച്ചാൽ തന്നെ ഒരുപാട് പേരാണ് അദ്ദേഹത്തെ അഭിനന്ദിച്ചും പ്രശംസിച്ചും ഒക്കെ കമന്റ് ഇടുന്നത്. കാരണം അദ്ദേഹം ഈശ്വര തുല്യനാണെന്ന് പോലും ആളുകൾ പറയുന്നു. അത്രത്തോളം അർജുനെ സ്നേഹിക്കുന്ന, അർജുനെ തിരിച്ചു വരണം, ഈ കുടുംബത്തിന് അവസാനമായ ഒരു നോക്ക് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ ഇപ്പോഴും ഉണ്ട്. ആ ഈശ്വർ മൽപ്പയിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വരവ് അത് കുടുംബത്തിന് വലിയ പ്രതീക്ഷയാണ്, അവർക്ക് വലിയ ആശ്വാസമാണ് ഉണ്ടായെന്ന് പറയേണ്ടി വരും. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഈ കുടുംബത്തെ സന്ദർശിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള വലിയ പിന്തുണ, ആ സർക്കാരിൽ നിന്നുള്ള പിന്തുണ ഒക്കെ ഉണ്ട്. ഇനി വരും സമയങ്ങളിൽ അത് വളരെ പെട്ടെന്ന് തന്നെ സംസ്ഥാന സർക്കാർ ഇടപെട്ട് ഒപ്പം ഈ കുടുംബം നേരിട്ട് ഇവരെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഒക്കെ കണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടായത്. അതിന് സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയും വേണ്ടതുണ്ട്. ഒപ്പം ജനപ്രതിനിധികളുടെ ഭാഗത്തും എം കെ രാഘവൻ MP ഒക്കെ ഇതിൽ വലിയ ഇടപെടൽ നടത്തിയതാണ്.
എന്നുള്ളതാണ്. അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും മുൻകൈ എടുക്കുന്നത്. KC വേണുഗോപാൽ നേരിട്ട് പലതവണ കുടുംബത്തെ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇടപെട്ടാണ് ഒരു ഘട്ടത്തിൽ പൂർണ്ണമായി നിർത്തിവെച്ച തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. 30-ാം നാളാണ് ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതേതായാലും വ്യാഴാഴ്ചയുടെ തുടരുമെന്ന ഒരു കാര്യമാണ് ആ സമയത്ത് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ അത് ഇനി വ്യാഴാഴ്ച തുടരാനുള്ള സാധ്യത മങ്ങിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു തീരുമാനം ഇതുവരെ ഇന്നലെ നടന്ന യോഗത്തിൽ ഉൾപ്പെടെ ഇതിൽ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം നിലയിൽ ഒരുപാട് പ്രവർത്തകർ കേരളത്തിൽ നിന്നുള്ള ആളുകളാണ് അർജുനെ തേടാൻ തങ്ങളും തയ്യാറാണ്, തങ്ങൾ ശിരൂരിലേക്ക് എത്താൻ തയ്യാറാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നത്. പക്ഷേ അവിടെ ഏതെങ്കിലും തരത്തിൽ നിൽക്കാൻ പോലും അനുമതി കൊടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പോലീസ് സ്വീകരിക്കുന്ന നയം, ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്ന നയം. അത് മാറ്റി കിട്ടേണ്ടതുണ്ട്. സ്വന്തം നിലയിൽ തെരച്ചിൽ നടത്തണം. ഇപ്പോൾ പുഴയുടെ നീരൊഴുക്കെ കുറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അപകടകരമായ സാഹചര്യമില്ല. മണ്ണിടിച്ചിൽ ഭീഷണി പ്രദേശത്ത് നിലനിൽക്കുന്നില്ല. വളരെ അനുകൂലമായ ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തി തിരച്ചിൽ ഊർജിതമാക്കണമെന്ന ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ശരി, KV ബൈജു ആണ് വിശദവിവരങ്ങൾ നൽകിയത്. എന്തായാലും അർജുന്റെ കുടുംബം കർണാടക മുഖ്യമന്ത്രിയെ കാണാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ നിരവധി കമന്റുകൾ നമുക്ക് പിന്നെയും വരുന്നുണ്ട്. നമ്മുടെ സ്ഥിരം പ്രേക്ഷക സുനിമോൾ കമന്റ് ചെയ്യുന്നുണ്ട്, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സുനിമോൾ. ഒപ്പം ഫുൾ മൂൺ കാണാൻ പറ്റിയില്ല, മറന്നുപോയി. 3 ദിവസത്തേക്കുണ്ട്. അതുകൊണ്ട് വിഷമിക്കേണ്ട സുനിമോള്. ഇന്ന് രാവിലെയൊക്കെ കാണായിരുന്നു, ഇന്ന് പുലർച്ചെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ കാണായിരുന്നു. നല്ല പകല് പോലെ വെട്ടമായിരുന്നു, രാത്രിക്ക് ദൈർഘ്യം കുറവായിരുന്നു. മറ്റന്നാളും കാണാൻ പറ്റും എന്തായാലും. അതെ, എന്തായാലും നല്ല ഭംഗിയായി തന്നെ രാവിലെയും കാണാമായിരുന്നു. ഇനിയും സമയമുണ്ട് എന്നുള്ളതുകൊണ്ട് പേടിക്കണ്ട. മിൻഹാജ് താജു ഒരു ഇമോജി അയച്ചിട്ടുണ്ട് ഇങ്ങനെ. ഇതൊക്കെ എന്താണ് പറയുന്നത് എന്നാണോ മിൻഹാജ്? എന്തായാലും ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ശരി, ഗുരുദേവ സ്മരണയിൽ കേരളം. ശ്രീനാരായണ ഗുരുവിന്റെ 170-ാം ജയന്തിയാണെന്ന് ഗുരുവിന്റെ ജന്മഗൃഹമായ ചെമ്പഴന്തിയിലും വർക്കല ശിവഗിരിയിലും അരുവിപ്പുറത്തും ജയന്തി ആഘോഷങ്ങൾ തുടങ്ങി. ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിൽ രാവിലെ 10-ന് ദാർശനിക സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശനും ജയന്തി സമ്മേളനം വൈകിട്ട് 6:30-ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും ഉദ്ഘാടനം ചെയ്യും. എന്തായാലും വയനാടിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റേജ് പ്രോഗ്രാംസ് ഒന്നും വേണ്ട എന്നുള്ള തീരുമാനം അവിടെ എടുത്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓണം ഇത്തവണ വയനാടിനൊപ്പമാണ്. നമ്മൾ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള അതുപോലെ തന്നെ ഓരോ ആഘോഷങ്ങൾ, അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരു ജയന്തി ദിനവും അത്തരത്തിലുള്ള ഒരു കാര്യം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. സ്റ്റേജ് വലിയ ആർഭാടമായിട്ടുള്ള പരിപാടികളൊന്നും അവിടെ ഇല്ല എന്നുള്ളതാണ്. കൊൽക്കത്തയിലെ ജൂനിയർ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിഷേധം തുടരുകയാണ്. ബംഗാളിലെ സാഹചര്യം വിശദീകരിക്കാൻ ഗവർണർ CV ആനന്ദബോസ് ഇന്ന് രാഷ്ട്രപതിയെ കാണും. സംഭവത്തിൽ സ്വമേധയാ എടുത്ത കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ER രാഗേഷ് ആണ് ചേരുന്നത്. രാഗേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ പ്രതിഷേധം ആളിക്കത്തുകയായിരുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. ഏതായാലും പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ്. തുടർച്ചയായ 11-ാം ദിവസവും കൊൽക്കത്തയിലെ RG-കർ ആശുപത്രിയിലും പശ്ചിമ ബംഗാളിലെ മറ്റിടങ്ങളിലും സമരം ശക്തമായി തന്നെ തുടരുകയാണ്. ഡോക്ടർമാർ പ്രത്യേകിച്ച് ആശുപത്രികളുടെ പ്രവർത്തനത്തെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഏതായാലും കൂടുതൽ പേരുണ്ട് ഈ ബലാത്സംഗ കൊലപാതകത്തിൽ എന്നാണ് ഡോക്ടർമാരും കുടുംബവും ഒക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന് ഡോക്ടർമാർ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പശ്ചിമ ബംഗാൾ സർക്കാർ പ്രത്യേകിച്ച് 2011-ൽ അധികാരത്തിലെത്തിയതിനു ശേഷം വലിയ പ്രതിരോധത്തിൽ മമതാ ബാനർജി എത്തിപ്പെടുന്നത് ഇത് ആദ്യമായാണ്. ഏതായാലും അത്തരത്തിൽ സർക്കാർ പ്രതിരോധത്തിലായ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഗവർണർ CV ആനന്ദബോസ് ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് അദ്ദേഹം ഡൽഹിയിൽ എത്തി. ഇന്ന് രാഷ്ട്രപതിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഒരു പ്രാഥമിക റിപ്പോർട്ട്, സംസ്ഥാനത്തെ സാഹചര്യം ക്രമസമാധാന നില സംബന്ധിച്ച ഒരു പ്രാഥമിക റിപ്പോർട്ട് അദ്ദേഹം രാഷ്ട്രപതിക്ക് കൈമാറുമെന്നാണ് സൂചന. ഒപ്പം നിലവിലെ സാഹചര്യം, സ്ത്രീകളുടെ സുരക്ഷ അടക്കമുള്ള വിഷയങ്ങളും ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കും. അതിനുശേഷം ആഭ്യന്തരമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്, ഗവർണർ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഏതായാലും നേരത്തെ തന്നെ ബംഗാൾ സർക്കാരിനെതിരെ കടുത്ത വിമർശനം അദ്ദേഹം നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ക്രമസമാധാന നില തകരാറിലാണെന്ന പരാമർശം ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായിരിക്കും ഗവർണറുടെ അടുത്ത നടപടി എന്നുള്ളത് നിർണായകമാണ്. ഏതായാലും ഇപ്പോൾ ഈ സന്ദർശനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാജ്ഭവനിൽ അദ്ദേഹം ഡൽഹിയിലേക്ക് പുറപ്പെടുന്ന തൊട്ടു മുമ്പ് രാജ്ഭവനിൽ വനിതാ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒപ്പം സ്ത്രീ സുരക്ഷ അടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹം അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ക്രമസമാധാനം ഉറപ്പാക്കുമെന്ന് അദ്ദേഹം അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഗവർണറുടെ കൂടിക്കാഴ്ച ഇന്ന് നിർണായകമാണ്. സമരത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബംഗാളിൽ മാത്രമല്ല ഡൽഹിയിലും സമരം തുടരുകയാണ്. പ്രത്യേകിച്ച് നിർമ്മാൺ ഭവന് മുന്നിൽ, അവിടെയാണ് ആരോഗ്യ മന്ത്രാലയം പ്രവർത്തിക്കുന്നത്. ഇന്നലെ
11 മണിയോടുകൂടി അവിടെ സമരം ആരംഭിച്ചിരുന്നു. ആരോഗ്യ മന്ത്രാലയത്തിന് പുറത്ത് OP അടക്കം സജ്ജമാക്കിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ഡോക്ടർമാരുടെ ഭാഗത്ത് നടക്കുന്നത്. അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഒന്ന്, കേന്ദ്ര നിയമം വേണം, ഇത്തരത്തിൽ ആക്രമണങ്ങൾ തടയാൻ കേന്ദ്ര നിയമം വേണം, ഒപ്പം ഈ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ഉറപ്പാക്കണം എന്നാണ് പ്രധാനമായി ആവശ്യപ്പെടുന്നത്. ഇന്നലെ നടത്തിയ ചർച്ചകളിലൊന്നും തന്നെ തീരുമാനം ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നും സമാനമായ രീതിയിൽ നിർമ്മാൺ ഭവന് മുന്നിൽ പ്രതിഷേധം തുടരും. അശ്വതി. അതുപോലെ രാകേഷ്, എന്താണ് ഹോസ്പിറ്റൽ ഈ ആർജിക്കർ ആശുപത്രി അധികൃതരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? നമ്മൾക്ക് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ആർജിക്കർ ആശുപത്രിയിൽ പ്രതിഷേധം തുടരുകയാണ്. ആദ്യം ഈ പ്രതിഷേധം ആരംഭിക്കുന്നത് തന്നെ ആർജിക്കറിലാണ്. അവിടെ പൂർണ്ണമായും ഡോക്ടർമാർ പണിമുടക്കിലാണ് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് നേരത്തെ പ്രിൻസിപ്പളായിരുന്ന സന്ദീപ് ഘോഷ് നേരത്തെ തന്നെ രാജിവെച്ചിരുന്നു. ഏതായാലും സന്ദീപ് ഘോഷിനെ ഈ ഘട്ടത്തിൽ പൂർണ്ണമായും കൈവിട്ടിരിക്കുന്നു പശ്ചിമ ബംഗാൾ സർക്കാർ എന്ന് തന്നെ പറയാം. കാരണം നേരത്തെ ഈ പദവി ഒഴിഞ്ഞതിന് ശേഷം മറ്റൊരു സർക്കാർ മെഡിക്കൽ കോളേജിൽ സന്ദീപ് ഘോഷിനെ പ്രിൻസിപ്പളായി നിയമിച്ചത് മമതാ സർക്കാരിനെതിരെ വലിയ വിമർശനമായി പൊതുജനങ്ങൾ ആ വിമർശനം ഉന്നയിച്ചിരുന്നു. രാഷ്ട്രീയ കക്ഷികൾ അത്തരം വിമർശനങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ തുടർച്ചയായ 4 ദിവസവും സന്ദീപ് ഘോഷിനെ CBI ചോദ്യം ചെയ്തിരുന്നു. പ്രത്യേകിച്ച് സന്ദീപ് ഘോഷ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത രീതി അടക്കമുള്ള വിഷയങ്ങളാണ് CBI പ്രധാനമായും ചോദിച്ചറിഞ്ഞത്. ഒപ്പം ഈ സംഭവം ഉണ്ടായതിനു ശേഷം 3 മണിക്കൂറിന് ശേഷമാണ് ഈ കൊലപാതക വിവരം കുടുംബാംഗങ്ങളെ, മാതാപിതാക്കളെ വിളിച്ച് അറിയിക്കുന്നത്. മാത്രവുമല്ല, ഈ സെമിനാർ ഹാളിലാണ് ഈ ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിന് തൊട്ടടുത്ത മുറി അറ്റകുറ്റപ്പണി നടത്താൻ അദ്ദേഹം പൊടുന്നതിന് നിർദ്ദേശം നൽകിയതൊക്കെ തന്നെ വിമർശന വിധേയമായിരുന്നു, സംശയം ജനിപ്പിച്ചിരുന്നു. അപ്പോൾ സന്ദീപ് ഘോഷിനെ തുടർച്ചയായി 4 ദിവസം CBI ചോദ്യം ചെയ്തു വരുമ്പോൾ ഇപ്പോൾ സർക്കാർ പൂർണ്ണമായും സന്ദീപ് ഘോഷിനെ കൈവിട്ട മട്ടാണ്. കാരണം ഇന്നലെ സന്ദീപ് ഘോഷിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ബംഗാൾ പോലീസ് തന്നെ അന്വേഷണം നടത്തുകയാണ്. അതായത് ഈ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക തിരിമറിയാണ് ഇപ്പോൾ ബംഗാൾ പോലീസ് അന്വേഷിക്കുന്നത്. അങ്ങനെ സന്ദീപ് ഘോഷിനെ ആദ്യഘട്ടത്തിൽ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചതെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായും സന്ദീപ് ഘോഷിനെ കൈവിട്ടിരിക്കുകയാണ്. മാത്രവുമല്ല, CBI അന്വേഷണത്തിലും പുതിയ വിവരങ്ങളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടില്ല. സന്ദീപ് ഘോഷ് 4 തവണ ചോദ്യം ചെയ്ത് തുടർച്ചയായി മണിക്കൂറോളം ചോദ്യം ചെയ്യുമെങ്കിൽ പോലും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല, മറ്റ് കൂടുതൽ അറസ്റ്റിലേക്കും കടന്നിട്ടില്ല. അപ്പോൾ CBIയുടെ അന്വേഷണ പുരോഗതി സംബന്ധിച്ച അതൃപ്തിയും ഇപ്പോൾ ഏതായാലും ഡോക്ടർമാർ ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്നുണ്ട്. ശരി, രാകേഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദവിവരങ്ങൾ നൽകിയത്. കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ബംഗാളിൽ പെൺകുട്ടികളുടെ സുരക്ഷ ഭദ്രമല്ലെന്ന് ആക്ഷേപമുയരുകയാണ്. മമതയുടെ രാജിയാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. മനു ഭരത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ബംഗാളിൽ മമതയുടെ കാര്യം പരിങ്ങിലാണ്. ബംഗാൾ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം എല്ലാ കോണുകളിൽ നിന്നും ഉയരുകയാണ്. പ്രതിഷേധം അനുദിനം ശക്തമാവുകയാണ്. രാജ്യ തലസ്ഥാനത്ത് പ്രതിഷേധം നടക്കുന്നു, ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ മറ്റ് എല്ലായിടങ്ങളിലും പ്രതിഷേധം നടക്കുന്നു. പ്രതിഷേധം ഏറ്റവും ശക്തമായി ബംഗാളിലെ എല്ലാ തെരുവുകളിലും നടക്കുന്നു എന്നതുകൂടി ശ്രദ്ധേയമാണ്. രാജിവെക്കുകയല്ലാതെ മമതയ്ക്ക് മറ്റു മാർഗമില്ല എന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചർച്ച ചെയ്യുന്നു. മമതാ ബാനർജി പക്ഷേ പെട്ടെന്ന് രാജിവെക്കും എന്ന് പ്രതീക്ഷിക്കാനാകില്ല. എങ്കിലും മമതയ്ക്ക് മുകളിൽ കനത്ത സമ്മർദ്ദമാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ബംഗാൾ സർക്കാരിന് പെൺകുട്ടികളുടെ സുരക്ഷ ഒരു വിഷയമല്ല എന്നവർ തുറന്നടിച്ചു. നീതി ഉറപ്പാക്കാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. കുറ്റം മറച്ചുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. കുറ്റവാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. സത്യം പറയുന്നവരെ അടിച്ചമർത്തുന്നു. അങ്ങനെ നീളുന്നു ഇരയായ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ആരോപണം. ഈ ആരോപണം കേട്ട ശേഷം മമതയ്ക്ക് അധികാരത്തിൽ തുടരാൻ ഒരു ധാർമ്മികതയും ഇല്ല എന്ന് BJP നേതാക്കൾ ആവർത്തിച്ച് പ്രസ്താവന നടത്തുന്നു. ഏറ്റവും ഒടുവിൽ ഷഹദാദ് പൂനാവാലയാണ് ഇത് സംബന്ധിച്ച ഒരു പ്രസ്താവന നടത്തിയത്. ഒരല്പമെങ്കിലും ധാർമ്മികത ബാക്കിയുണ്ടെങ്കിൽ മമത രാജിവെക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. മമത മസ്റ്റ് റിസൈൻ എന്ന ഹാഷ്ടാഗ് സമൂഹ മാധ്യമങ്ങളിൽ വളരെ ശക്തമായി മുന്നേറുകയാണ്. ആ പ്രചരണത്തിന് പിന്നിൽ BJP ആണ് എന്ന് TMC ആരോപിക്കുന്നുമുണ്ട്. അത് ഒരു പരിധിവരെ ശരിയാണെങ്കിലും സാധാരണക്കാരും ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുന്നു എന്ന വസ്തുത നമ്മൾ വിസ്മരിച്ചുകൂടാ. ബംഗാൾ ഗവർണറും രൂക്ഷമായ ഭാഷയിലാണ് ഇത് പ്രതികരണം നടത്തിയിട്ടുള്ളത്. ബംഗാൾ സുരക്ഷിതമല്ലാത്ത ഒരു ഇടമായി മാറിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. മാത്രവുമല്ല,
ബംഗാളിൽ സ്ത്രീകളെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വത്തിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നാണ് ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നത്. സ്ത്രീകളെ ആദരിക്കുന്ന സമൂഹമായിരുന്നു ബംഗാൾ. ആ ഖ്യാതി തിരിച്ചുപിടിക്കാനുള്ള ശ്രമം വേണം എന്ന് ഗവർണർ പറയുന്നു. ബംഗാൾ സ്ത്രീകളെ പരാജയപ്പെടുത്തി എന്ന് ആരോപിക്കുന്നു. ഗുണ്ടകളെ ഭയന്ന് ഇന്ന് ബംഗാളിൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്നാണ് CV ആനന്ദ് ബോസ് പറയുന്നത്. അമിത്ഷായെ കാണും, കാര്യങ്ങൾ ധരിപ്പിക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അങ്ങനെ എല്ലാ കോണുകളിൽ നിന്നും പ്രതിഷേധം ശക്തമായി ഉയരുമ്പോൾ മമതാ ബാനർജിക്ക് എത്ര കാലം അധികാരത്തിൽ പിടിച്ച് തൂങ്ങി നിൽക്കാനാകും? കഴിഞ്ഞ 9-ാം തീയതിയാണ് പെൺകുട്ടി അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ പ്രതിഷേധം ഇരമ്പുകയാണ്. അനുദിനം അത് ശക്തി പ്രാപിക്കുകയാണ്. പ്രതിഷേധിക്കുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനവാണ് കാണുന്നത്. അതുകൊണ്ട് ഈ പ്രതിഷേധം പെട്ടെന്ന് അണയും കരുതാനാകില്ല. ഏതായാലും ഇതിനു പുറകിൽ BJP ആണ് എന്ന ആരോപണം വളരെ ശക്തമായി TMC ഉന്നയിക്കുന്നുണ്ട്. TMC നേതാക്കളായ കുണാൽ ഘോഷും സാകേത് ഗോഖലെയുമൊക്കെ പലതവണ ഈ വിഷയം മാധ്യമങ്ങളിൽ ആവർത്തിക്കുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് സമൂഹ മനസാക്ഷി ഇന്ന് മമതയ്ക്കെതിരെ തിരിഞ്ഞോ എന്ന സംശയം കൂടി നിൽക്കുകയാണ്. പശ്ചിമ ബംഗാളിലെ ജാവേദ്പൂർ ആകട്ടെ, അതുപോലെ ലേക്ക് ടൗൺ ആകട്ടെ, ഉൾനാടൻ പ്രദേശങ്ങളാകട്ടെ, എല്ലായിടത്തും ശക്തമായ പ്രതിഷേധമാണ് ഇരമ്പുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ പെട്ടെന്ന് രക്ഷപ്പെടാൻ മമതാ ബാനർജിക്കാകില്ല. ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ ഓട്ടോപ്സി റിപ്പോർട്ട് പുറത്തു വന്നു. ക്രൂരമായ അതിക്രമത്തിനാണ് കുട്ടി ഇരയായത് എന്നുകൂടി ഓട്ടോപ്സി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മുഖത്തും കഴുത്തിലും കയ്യിലും കാലിലുമൊക്കെ ആയി 14ലധികം മുറിവുകളുണ്ട്. ക്രൂരമായ ബലപ്രയോഗത്തിന് പെൺകുട്ടി ഇരയായി എന്നാണ് ഓട്ടോപ്സി റിപ്പോർട്ട് പറയുന്നത്. അതൊക്കെ ഈ സംഭവത്തിൻ്റെ ക്രൂരതയാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന ചോദ്യം അവിടെ ശക്തമായി ഉയരുകയാണ്. ഏതായാലും കഴിഞ്ഞ 15-ാം തീയതി തന്നെ കേസ് CBIക്ക് വിട്ടു. ഒരാളെ ഒഴികെ കേസിൽ ബന്ധപ്പെട്ട മറ്റാരെയെങ്കിലും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും പ്രതിഷേധം CBIക്ക് എതിരെ അല്ല ഇപ്പോൾ നീങ്ങുന്നത്. സർക്കാരിൻ്റെ പരാജയത്തിലേക്കാണ് എല്ലാവരും വിരൽ ചൂണ്ടുന്നത്. സുപ്രീം കോടതി വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് കേസ് പരിശോധിക്കുന്നത്. സ്വാഭാവികമായും ഈ കേസിൽ സർക്കാരിനെതിരെ എന്തെങ്കിലും വിമർശനമുണ്ടായാൽ അതും മമതാ ബാനർജിക്ക് തിരിച്ചടിയാകും. ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഉഗ്രപ്രതാപിയാണ് മമതാ ബാനർജി. ഏത് രാഷ്ട്രീയ സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ കരുത്തുള്ളയാളാണ് താനെന്ന് മമത എല്ലാ കാലവും തെളിയിച്ചിട്ടുണ്ട്. വലിയ ജനകീയ പിന്തുണയും മമതാ ബാനർജിക്ക് എല്ലാ ഘട്ടത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ അതെല്ലാം ചോർന്നു പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബംഗാൾ നിയമസഭയിൽ വലിയ ഭൂരിപക്ഷം സർക്കാരിനുണ്ട്. 294 അംഗങ്ങളുള്ള ബംഗാൾ നിയമസഭയിൽ 219 പേർ TMCക്കാരാണ്. അതുകൂടാതെ പുറത്തുനിന്ന് 2 പേരുടെ പിന്തുണയുമുണ്ട്. മുഖ്യപ്രതിപക്ഷമായ BJPക്ക് 66 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു അട്ടിമറി എളുപ്പത്തിൽ സാധ്യമാകും എന്ന് കരുതാനാകില്ല. പക്ഷേ ശക്തമായ ജനവികാരം മമതയ്ക്കെതിരെ തിരിച്ചുവിടാൻ ഈ പ്രശ്നത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഗവർണർ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു യോഗം വിളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതൊക്കെ രാഷ്ട്രീയമായി മമതാ ബാനർജിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വിഷയത്തിൽ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും എന്ന ഒരു മാർഗം മമതാ ബാനർജിക്ക് മുന്നിലില്ല. പെട്ടെന്ന് തന്നെ പ്രതികളെ പിടികൂടാത്തൊരു സാഹചര്യമുണ്ടായാൽ ഈ പ്രതിഷേധം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകും. മമത രാജിവെക്കണമെന്ന ആദ്യത്തെ ആവശ്യം ഉയർന്നത് നിർഭയ കേസിലെ ഇരയായ പെൺകുട്ടിയുടെ അമ്മയിൽ നിന്നാണ്. ഇത്തരം അധികാര കേന്ദ്രങ്ങളിലിരിക്കുന്നവർ രാജിവെക്കണമെന്ന ആവശ്യം ന്യായവുമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കൃത്യമായി ഭരണം നടത്താതിരിക്കുകയും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കാൻ കഴിയാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമായി ഉയരും. നിർഭയ പെൺകുട്ടിയുടെ അമ്മയുടെ പ്രതികരണം അത് മമതാ ബാനർജിക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ അതിനൊപ്പം പൊതുമനസാക്ഷിയും നിൽക്കുന്നു എന്നതാണ് ശരി. ഒരുപക്ഷെ ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമായി BJP ഉയർത്തിപ്പിടിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ചേക്കാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഭരണത്തിലിരിക്കുന്നവരുടെ ഉത്തരവാദിത്വം എല്ലാ ഘട്ടത്തിലും അടിവരയിടേണ്ടതുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് രാത്രിയിൽ സുരക്ഷ ഏർപ്പെടുത്താൻ ഒക്കെ ഉള്ള ഉത്തരവാദിത്വം ഭരണകർത്താക്കളിൽ നിക്ഷിപ്തമാണ്.
ആ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ അവർക്ക് ഒരു ഘട്ടത്തിലും കഴിയില്ല. അതുകൊണ്ട് തന്നെ മമതാ സർക്കാരിൻ്റെ ഭാവി എന്ത് എന്ന ചോദ്യം വളരെ ശക്തമായി ഉയരുകയാണ്. കൃഷ്ണൻ, നമുക്കിനി ഒരു രസകരമായ അല്ലെങ്കിൽ കൗതുകം ഉണർത്തുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് മുങ്ങുന്ന ബിരുദനാണ് കൊല്ലം പരവൂർ സ്വദേശിയായ അഭിജിത്ത്. കഴിഞ്ഞ ദിവസം കോടതി നടപടികൾ പൂർത്തിയാകും മുമ്പ് ജഡ്ജിയുടെ ചേംബറിനടുത്ത് നിന്ന് ഇയാൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. പിന്നീട് പ്രതിയെ ബാംഗ്ലൂരിൽ നിന്നാണ് പോലീസിന് പിടികൂടാനായത്. കസ്റ്റഡിയിൽ കിട്ടിയ പ്രതിയെ പോലീസ് മുറകളൊന്നും നടത്തിയില്ല, അല്ലെങ്കിൽ പോലീസ് മുറകളെല്ലാം മാറ്റിവെച്ചിട്ടാണ് ഇയാളെ ഒന്ന് അനുനയിപ്പിച്ചതെന്നുള്ള കൊല്ലം പോലീസാണ് ഇത്തരത്തിൽ കൈകാര്യം ചെയ്തത്. സൗഹൃദം പങ്കുവച്ചും പാട്ടുപാടിയും കോടതിയിൽ എത്തിച്ചു എന്നാണ് അറിയുന്നത്. വീണ്ടും പ്രതി മുങ്ങാതിരിക്കാനായിരുന്നു പോലീസിന്റെ ഇത്തരം പരീക്ഷണം എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും ആ കാഴ്ചകളൊന്ന് കാണാം. മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഏതു സമയവും കടന്നുകളയാനുള്ള കഴിവുണ്ട് അഭിജിത്തിന്. ഇത് മനസ്സിലാക്കിയ പോലീസുകാർ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും വരെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ കണ്ടെത്തിയ മാർഗമാണിത്. അഭിജിത്തിനെ പോക്സോ കേസിൽ ഓഗസ്റ്റ് 2-നാണ് പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത്. 9-ന് കൊല്ലം കോടതിയിൽ മറ്റൊരു കേസിന്റെ കസ്റ്റഡിയിൽ ഹാജരാക്കിയപ്പോൾ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കടന്നുകളയുകയായിരുന്നു. പ്രതിയുടെ കഴുത്തിൽ ചിത്രശലഭത്തിന്റെ മാതൃകയിൽ പച്ചകുത്തിയിരുന്നു. ഈ ചിത്രം സ്പെഷ്യൽ ബ്രാഞ്ച് കൈമാറിയതോടെയാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചത്. കൊല്ലം പരവൂർ സ്വദേശിയാണ് 21 വയസ്സുള്ള അഭിജിത്ത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളോട് അശ്ലീലം പറഞ്ഞ ഇയാളെ കഴിഞ്ഞ മാസം 2-നാണ് പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി 2-ൽ വെച്ച് ജഡ്ജി ചേംബറിനടുത്തേക്ക് വിളിച്ച് മൊഴിയെടുക്കുന്നതിനിടെയാണ് പോക്സോ കേസ് പ്രതി കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. പോലീസ് പ്രതിയുടെ അമ്മയുടെ മൊബൈൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഫോൺ ചെയ്തതായി കണ്ടെത്തിയത്. തുടർന്ന് ബംഗളൂരുവിൽ വെച്ച് റെയിൽവേ പോലീസ് പിടികൂടി കൊല്ലം പോലീസിന് കൈമാറുകയായിരുന്നു. അഭിജിത്തിനെ കൊല്ലം കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. അതെ, അപ്പോൾ പോലീസിന്റെ നീക്കങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ പക്ഷേ തുടക്കത്തിൽ കൗതുകം എന്നൊക്കെ പറഞ്ഞെങ്കിൽ ആള് പോക്സോ കേസ് പ്രതിയാണ്. അപ്പോൾ ഇനി പോലീസിനെതിരായ മറ്റൊരു വാർത്തയാണ്. ഇനി MSF പ്രവർത്തകരെ പോലീസ് വേട്ടയാടുന്നു എന്ന ആരോപണവുമായി മലപ്പുറം യൂത്ത് ലീഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സംഘർഷത്തിൽ ഏകപക്ഷീയമായി MSF പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്തുവെന്നാണ് ആരോപണം. പോലീസ് നടപടിക്കെതിരെ കൊണ്ടോട്ടി, തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്താനാണ് തീരുമാനം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് MSF SFI സംഘർഷങ്ങൾക്ക് തുടക്കം. ഇരു വിഭാഗങ്ങളിലെയും പ്രവർത്തകർക്ക് സംഘർഷത്തിൽ പരിക്കുപറ്റി. MSF നൽകിയ പരാതി അവഗണിച്ചുകൊണ്ട് പോലീസ് ഏകപക്ഷീയമായി MSF പ്രവർത്തകരെ മാത്രം തെരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു എന്നാണ് യൂത്ത് ലീഗ് ആരോപിക്കുന്നത്. യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന യൂണിയൻ ഓഫീസ് സെക്രട്ടറി സാജിദ് അലിയെ ഒരു മുറിയിൽ പൂട്ടിയിട്ട് SFIയുടെ ഗുണ്ടകൾ ക്രൂരമായിട്ട് ആക്രമിച്ചു. ആ ആക്രമണത്തിൽ അദ്ദേഹത്തിന് അപായപ്പെടുത്താനുള്ള ശ്രമമുണ്ടായി. ഭാഗ്യം കൊണ്ടാണ് സാജിദ് അലി രക്ഷപ്പെടുന്നത്. ഉടനെ തന്നെ തേഞ്ഞിപ്പലം പോലീസിൽ പരാതി കൊടുത്തു. പക്ഷെ ആ പരാതിയുടെ മേൽ ഈ നിമിഷം വരെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുവാനോ വിളിച്ചു വരുത്താനോ ചോദ്യം ചെയ്യാനോ തെരഞ്ഞു പോകുവാനോ പോലീസ് തയ്യാറായിട്ടില്ല. പോലീസ് ഇത്തരത്തിൽ പെരുമാറുന്നത് അംഗീകരിക്കാനാകില്ല. യൂത്ത് ലീഗ് ഇതിനെ പ്രതിരോധിക്കും. SP ഓഫീസിലേക്കടക്കം മാർച്ച് നടത്തും. ഈ വെള്ളിയാഴ്ച വൈകുന്നേരം കൊണ്ടോട്ടി, തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനുകളിലേക്ക് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കും. യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു. ഈ രീതിയിൽ തന്നെയാണ് ജില്ലയിലെ പോലീസ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഇപ്പൊ നിലവിൽ ഞങ്ങൾ ആലോചിച്ചിരുന്നത് നേരത്തെ പറഞ്ഞു, ജില്ലയിലെ SP ഓഫീസ് ഉൾപ്പെടെ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് ഉൾപ്പെടെ ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആലോചിച്ചിരുന്നത്. കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത MSF ജില്ലാ പ്രസിഡന്റ് കബീർ മുതുബർമടക്കമുള്ളവർക്ക് കഴിഞ്ഞ ദിവസമാണ് ജാമ്യം ലഭിച്ചത്. ന്യൂസ് 18 മലപ്പുറം. അശ്വതി, ഇനി ഒരു രസകരമായ വാർത്തയാണ്. 70-കാരിയുടെ ഡയറിക്കുറിപ്പുകൾ പുസ്തകമാക്കിയപ്പോൾ അതൊരു നാടിന്റെ ചരിത്രമായി മാറി. കോഴിക്കോട് കക്കാട് സ്വദേശിനി പാറക്കൽ ആമിനയുടെ ഡയറിക്കുറിപ്പുകളാണ് കോന്തലസകൾ എന്ന പേരിൽ പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചത്. പുസ്തകമാക്കണമെന്ന് കരുതിയല്ല കാരശ്ശേരി കക്കാട് സ്വദേശിനിയും 70-കാരിയുമായ പാറക്കൽ ആമിന ഡയറി എഴുതിയത്. അർബുദത്തെ തുടർന്ന് ഒരു വൃക്ക എടുത്തുമാറ്റിയ ആമിന ഉറക്കക്കുറവും തീവ്രമായ വേദനയും മറികടക്കാനാണ് എഴുതി തുടങ്ങിയത്.
കുട്ടികൾ ഉപേക്ഷിച്ച് പഴയ ഡയറികൾ ശേഖരിച്ച് ആമിന തന്റെ ചെറുപ്പകാലത്തെ അനുഭവങ്ങളും ഉമ്മ പറഞ്ഞു തന്ന കഥകളും ഡയറിയിൽ എഴുതി. സ്വന്തം ഗ്രാമമായ കക്കാടും ഇരവഴിഞ്ഞിപ്പുഴയിലെ മീൻപിടുത്തവും മരക്കച്ചവടവും കണക്കധ്യാപകൻ കാണിച്ച ക്രൂരതകളുമെല്ലാം ഡയറിയിൽ കുറിച്ചിട്ടു. എന്നാൽ ഈ എഴുത്തുകളൊന്നും ആമിന ആരെയും കാണിച്ചിരുന്നില്ല. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള ആമിന തന്റെ അക്ഷരത്തെറ്റുള്ള എഴുത്ത് മക്കളെ കാണിക്കാനും മടിച്ചു. വീട് പെയിന്റിങ്ങിനായി ഒഴിച്ചപ്പോൾ ആമിനയുടെ ഡയറികൾ മകന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഡയറി പൂർണ്ണമായും വായിച്ച മകൻ ഇതൊരു ഗ്രാമത്തിന്റെ കഥയും ചരിത്രവുമാണെന്ന് തിരിച്ചറിയുകയും മാതൃഭൂമി ബുക്സ് വഴി കോന്തലിസകൾ എന്ന പേരിൽ പുസ്തക രൂപത്തിലാക്കി പ്രസിദ്ധീകരിക്കുകയുമായിരുന്നു. എനിക്ക് കാര്യമായിട്ട് എനിക്ക് എഴുതണം, ആൾക്കാരറിയണം, നാടറിയണം എന്ന് വിചാരിച്ച സംഗതി എൻ്റെ പഠനം മുടങ്ങിപ്പോയതാണ്. എൻ്റെ പഠനം മുടങ്ങിപ്പോയതിന് ഉസ്താദിന് നല്ലോണം അറിയാം. ഏത് പഠിക്കാത്ത കുട്ടികളെയും വിളിച്ചു കൊണ്ടുപോയി പഠിപ്പിക്കുകയും അതിന് വേണ്ടിയ പ്രോത്സാഹനം ചെയ്യുന്ന ആളാണ് എൻ്റെ ഉപ്പ. ബാഗ് വാങ്ങി കൊടുക്കുക, കുട വാങ്ങി കൊടുക്കുക, പുസ്തകം വാങ്ങി കൊടുക്കുക ഒക്കെ. അത് ഉസ്താദിനോട് ചോദിച്ചാൽ മതി. അപ്പോൾ അങ്ങനത്തെ ഉപ്പൻ്റെ ഒരു മോള് ഞാൻ പഠിക്കാതെ എൻ്റെ പഠനം മുടങ്ങി പോയല്ലോ. ഒരു പരീക്ഷ അടുപ്പിച്ച് ഒരു കണക്ക് കേട്ടയത്ത് തന്നതിൽ ഒരു കണക്ക് തെറ്റേനാണ് എൻ്റെ മാഷ് എന്നോട് പറഞ്ഞത്. വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം എന്നറിയോ ആമിന, ഈ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല, കയറെടുത്ത് കഴുത്തിൽ കെട്ടിയിട്ട് എകരത്ത് കെട്ടി ചാടണം, എന്നിട്ട് കൊല്ലി പൊട്ടി ചത്തു പോകണമെന്ന് എന്നോട് പറഞ്ഞതാ. എകരം കയറാൻ ആമിനക്ക് വാരുണ്ടെങ്കിൽ തിരുമ്പുന്ന കല്ലെടുത്തിട്ട് കരിമലി കെട്ടിയിട്ട് കഴുത്ത് കെട്ടിയിട്ട് കിണറിലേക്ക് എടുത്ത് ചാടണം, പിന്നെ അതിന് പൊന്തരുത്, ചത്തു പോകണം ഇത് തന്നെ ഒരു പഠിപ്പിക്കുന്ന മാഷാണ് എന്നോട് പറയുന്നത്. ഞാൻ അവസാനം കുറച്ച് കുറിച്ചിട്ടുണ്ട്, മാഷ പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എന്നാലും ഇത് ആളറിയണം, നാടറിയണം വിചാരിച്ച് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അവസാനത്തിൽ. കഴിഞ്ഞ ദിവസം കക്കാടങ്ങാടിയിൽ പൗരാവലി ഒരുക്കിയ പ്രകാശന ചടങ്ങിൽ 100 കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ നോവലിസ്റ്റ് BM സുഹറ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനായ സുധീർ K നായർക്ക് പുസ്തകം നൽകി പ്രകാശനം ചെയ്തു. ചടങ്ങിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ ആമിനെയും പുസ്തകത്തിലെ കഥാപാത്രങ്ങളായ ഇത്തിരുമ്മ കാരശ്ശേരി, MT മുഹമ്മദ് കുട്ടി, PM മുഹമ്മദ് മൗലവി എന്നിവരെയും ആദരിച്ചു. ഇത്തിരിയുമ്മയുടെ പാട്ട് ചടങ്ങിന് മാറ്റുകൂട്ടി. ന്യൂസ് 18 മുക്കം. നല്ല രസമായിരുന്നു ആമിനമ്മയുടെ ആ പുസ്തകം, കോന്തല കിസ്സകൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അപ്പൊ എന്തായാലും അക്ഷരം പോലും അക്ഷരത്തെറ്റ് മക്കൾ പോലും കാണണ്ടെന്ന് വെച്ച് ഒളിച്ചു വെച്ചതൊക്കെ പുറത്തു വന്നപ്പോൾ വലിയൊരു നാട് മൊത്തം അത് ആഘോഷിക്കുകയാണ്. എന്തായാലും അമ്മയ്ക്ക് ആശംസകൾ. ഗൃഹോപകരണ വിപണന രംഗത്ത് 35 വർഷത്തെ സേവന പാരമ്പര്യവുമായി പിട്ടാപ്പള്ളിൽ ഏജൻസീസിന്റെ പുതിയ ഷോറൂം അടൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പത്തനംതിട്ട അടൂർ വടക്കേഴത്തുകാവിലാണ് പുതിയ ഷോറൂം. പിട്ടാപ്പള്ളിൽ ഏജൻസീസിന്റെ 80ാമത് ഷോറൂമാണ് അടൂർ വടക്കേടത്തുകാവിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഷോറൂമിന്റെ ഉദ്ഘാടനം ഏറത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ചാത്തന്നപ്പുഴ നിർവഹിച്ചു. പിട്ടാപ്പള്ളിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ, ഫ്രാൻസിസ് പിട്ടാപ്പള്ളിൽ, അജോ പിട്ടാപ്പള്ളിൽ, സിസ്ലി പോൾ, MJ തങ്കച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ വർഷങ്ങളെ പോലെ തന്നെ ഈ ഓണത്തിനും ധാരാളം ഓഫറുകൾ പിട്ടാപ്പള്ളിയിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ കസ്റ്റമേഴ്സിന് സമ്മാനങ്ങൾ ലഭിക്കത്തക്ക രീതിയിൽ 10,000 കസ്റ്റമേഴ്സിന് ഓണത്തിന്റെ ഓഫർ സമ്മാനങ്ങൾ ലഭിക്കത്തക്ക രീതിയിലാണ് ഈ വർഷത്തെ ഓണാഘോഷം ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആഘോഷങ്ങളെല്ലാം ഓണായി, ഓഫല്ല, എല്ലാവിധ ഓഫറുകളും പിട്ടാപ്പള്ളിയിൽ ഓണാണ്. ഇതാണ് ഈ ഓൺ ആഘോഷം എന്ന ക്യാമ്പയിന്റെ തന്നെ ലക്ഷ്യം. ഓണം ഓഫറിന്റെ ഭാഗമായി തിരഞ്ഞെടുക്കുന്ന 10,000 വിജയികൾക്ക് TV, മൊബൈൽ ഫോൺ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ ഫെഡറൽ ബാങ്ക് കാർഡ് കസ്റ്റമേഴ്സിന് 10% വരെയുള്ള ക്യാഷ് ബാക്ക് ഓഫറും ലഭ്യമാണ്. ന്യൂസ് 18 പത്തനംതിട്ട. അപ്പൊ കൃഷ്ണന്തു, നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. മോർണിംഗ് വൈബ്സ് പൂർണ്ണമാകുമ്പോൾ ഇന്ന് അവധി ദിവസമാണ്. അവധിയായിട്ട് വീട്ടിൽ ഇരിക്കുന്നവർക്ക് നല്ലൊരു അവധി ദിവസം ആശംസിക്കുന്നു. പക്ഷെ അവധിയായിട്ടും ജോലിക്ക് പോകേണ്ട കുറച്ച് ആളുകളുണ്ട്. അവർക്ക് എന്നത്തെയും പോലെ നല്ല ദിവസമായിരിക്കട്ടെ, ഊർജിതമായിട്ട് ജോലി ചെയ്യാൻ കഴിയട്ടെ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണാം. നമസ്കാരം.